കൊണ്ടല്ലേ ആ സ്ഥലത്തേക്ക് പുണ്യം ലഭിച്ചത്? നബി തങ്ങളെ നാവ് കൊണ്ട് പ്രവചിച്ചത് കൊണ്ടല്ലേ? ആ സ്ഥലത്തിരിക്കാൻ കോടാനക്കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പൊന്നാര മുമ്പിലേ ചെറുപ്പക്കാരെ, സമയം പാഴാക്കല്ല. അശ്രദ്ധയിൽ നിങ്ങളത് കൂലി നഷ്ടപ്പെടുത്തി കളയല്ല. നബി തങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങൾ കരുതിയിട്ടിരുന്നു. ഇവിടെ മണിക്കൂറോളം വന്നിരുന്നിട്ട് നിങ്ങൾ വയല് കേട്ടിട്ട് പോകുമ്പോ അതിനെ തവസ്സുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ പാവപ്പെട്ട എന്റെ ദുആഇന്റെ ഫലമല്ല, റഹ്മത്തിന്റെ മലായികത്ത് വന്നിട്ട് ആമീൻ പറയുന്ന മജ്ലിസാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട്, രക്ഷിതാക്കളോട്, ഉമ്മപെങ്ങന്മാരോട് പറയുന്നു, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മാസത്തിൽ നടക്കുന്ന മജ്ലിസുൻ നൂറാണെങ്കിലും ആഴ്ചയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസാണെങ്കിലും ഇതുണ്ടാക്കിയത് ഉസ്താദന്മാർക്ക് ഡ്യൂട്ടി കൊടുക്കാനല്ല. പല ആളുകളും വിചാരിച്ചത് ഉസ്താദിന്റെ ഡ്യൂട്ടിയല്ലേ, ശമ്പളം കൊടുക്കുന്നില്ല, ചെല്ലട്ടവർ ഒരു ചെല്ലട്ട് 100 200 ചെല്ലട്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്തിനാ മുഅ്മിനീങ്ങളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് മജ്ലിസ് നടത്തുന്നത്? ഇത് മുൻഗാമികളായ സ്വാലിഹീങ്ങള്, സജ്ജനങ്ങളായ മുഅ്മിനീങ്ങള് നാട്ടിലേക്ക് ബലായ് വന്നപ്പോൾ, നാട്ടിലേക്ക് പ്രതിസന്ധികൾ വന്നപ്പോൾ, അക്കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ വന്നപ്പോൾ, ഇന്നത്തെ പോലെ ആധുനിക ലോകത്തുള്ളത് പോലെ സംവിധാനങ്ങളില്ല, വലിയ വലിയ മെഡിസിനുകൾ കണ്ടുപിടിക്കാത്ത കാലമാണ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ കുറവാണ്, വലിയ വലിയ ഡോക്ടർമാർ കുറവാണ്. ഏതെങ്കിലും ഒരു മുക്കുമോറയിൽ ഒരു പാവപ്പെട്ട ഒരു ഡോക്ടർ ഉണ്ടാകും. ആ ഡോക്ടറിൽ നിന്ന് 10-5 രൂപ കൊടുത്തിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങണമെങ്കിൽ അത്രയും ഊർജിച്ച രോഗം വന്നാലേ ഉണ്ടാവുകയുള്ളൂ. പനി വന്നാലോ ഒരു ജലദോഷം വന്നാല് രോഗത്തിന് അവർ ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. അവർ നേർച്ചയാക്കിയത് നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകളാണ്, ബദരീങ്ങളുടെ പേരിലുള്ള യാസീനുകളാണ്, ശൈഖ് മുഹീദ്ദീൻ തങ്ങളുടെ പേരിലുള്ള യാസീനുകളാണ്. ഇങ്ങനെ അവരുടെ ആത്മീയമായ ബന്ധങ്ങളെ കൊണ്ട്, ആത്മീയമായ നിയ്യത്തുകളെ കൊണ്ട് അവരുടെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലേ? ഒരു കാലഘട്ടമുണ്ടായിരുന്നു, എന്റെ ചെറുപ്പത്തിൽ എനിക്കും എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനിക്ക് മാരകമായ ക്യാൻസർ വന്നപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് ക്യാൻസറിന്റെ പേര് പറയാറില്ല. ഉമ്മ പറഞ്ഞു തന്നിരുന്ന ആ രോഗം പേര് പറയാൻ പറ്റാത്ത രോഗമെന്നാണ്, മഹൂഫത്തായ പേടിക്കപ്പെടുന്ന രോഗമെന്നാണ്. ആ രോഗത്തിന്റെ പേര് പോലും പറയാൻ പേടിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ ബ്ലഡ് ക്യാൻസറുകൾ വരുമ്പോൾ ഈ 2-3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് മുഴുവനും അന്നടങ്ങ് കീഴടക്കിക്കൊണ്ട് ലോകത്തൊരു മനുഷ്യർക്ക് പോലും എത്ര വിദ്യാഭ്യാസമുണ്ടായവനിക്കും കോടാനക്കോടി പണമുണ്ടായവനിക്കും രാജ്യത്ത് മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരം അധികാരം കയ്യിലുണ്ടായിട്ടും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ വീടിന്റെ ഉള്ളിലൂടെ ഒതുങ്ങി നിർത്തിയ ഒരു മാരകമായ വൈറസ് വന്നുകൊണ്ട്, കൊറോണ വന്നുകൊണ്ട് മനുഷ്യരെ പേടിപ്പിച്ചില്ലേ? ആ സമയത്ത് എത്ര ആളുകളാ പേടിച്ചത്? എന്നാൽ അതിനൊക്കെ പ്രതിവിധി എന്താണ്? മുൻകാല സ്വാലിഹീങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നതാണ്, ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല. നിങ്ങൾക്കറിയുമോ, നമ്മുടെ വീടുകളിൽ ഓതുന്ന മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന വളരെ മഹത്തായ മൗലിദുണ്ടല്ലോ. എന്തേ നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലിദ് തന്നെ ഓടാൻ കാരണം എന്താണ്? മൗലിദിന്റെ കിതാബുകൾ എടുത്ത് നോക്കിയാൽ ഒരുപാട് മൗലിദുകളില്ലേ? നിങ്ങളെ പലയിൽ മൗലിദിന്റെ കിതാബ് ഉണ്ടെങ്കിൽ അതിൽ പോയി എടുത്ത് നോക്ക്. സുബ്ഹാന മൗലിദുണ്ട്, ശറഫല്ലന മൗലിദുണ്ട്, ജഅല മുഹമ്മദ് എന്ന മൗലിദുണ്ട്. എന്നാൽ അതൊന്നും ജനങ്ങൾ ഓതാൻ താല്പര്യം കാണിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാവർക്കും അറിയുന്ന ഒരു മൗലിദാണ്, എല്ലാവർക്കും ഓതാൻ താല്പര്യമുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു അൻഹു ചുരുക്കി തന്ന ഒരു കിതാബാണ് മൗലിദ്. ആ മൗലിദ് നമ്മുടെ നാട്ടിൽ വ്യാപകമാകാൻ കാരണം എന്തെന്നറിയോ? കേരളത്തിന്റെ മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന പ്രദേശത്ത് മാരകമായ വൈറസ് വന്നപ്പോൾ, രോഗം വന്നപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അക്കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനും സൂഫി വര്യനും മഹാനും മുസ്തജാബ് ദുആ നേടുന്നതായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആവരാതി പറഞ്ഞപ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു താനൂർ എന്ന് പറയുന്ന പ്രദേശത്തുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് ശമനം വേണോ?
ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 40 ദിവസങ്ങളോളം വിടമറിയാതെ വീടുകളിൽ നിമിത്തങ്ങളെ മൗലിക ചൊല്ലാൻ ഇരുത്തക്കപ്പെട്ടു അലൽ ഖത്താ വയറാസിരിൻ മുഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദീ ഖൈറൻ നബി. ഒട്ടും കണക്കുമില്ലാത്ത എത്രയോ തെറ്റുകൾ ചെയ്ത നബിയെ തങ്ങളോട് ഞങ്ങൾ ശിക്കായത്ത് ബോധിപ്പിക്കുന്നു, തങ്ങളോട് അപരാധി പറയുന്നു. നബിയെ ഞങ്ങളെ കൈപിടിക്കണേ നബിയെ എന്ന് തുടങ്ങുന്ന ബൈത്തുകൾ പദ്യങ്ങളും ഗദ്യങ്ങളുമായി മൗലിദുകൾ ചൊല്ലിയപ്പോൾ താനൂരിന്റെ ചരിത്രമറിയാം. ദിവസങ്ങൾ കഴിയുമ്പോൾ മരണത്തിന്റെ എണ്ണം ചുരുങ്ങിപ്പോയി. ഓരോ ദിവസത്തിൽ 10, 20, 30 ആളുകൾ മരിക്കുന്നതിനിടയിൽ മരണത്തിന്റെ എണ്ണം കുറഞ്ഞു. 40 ദിവസം കഴിയുമ്പോൾ വബാ മാരകമായ രോഗമില്ലാതെയായി. അതുകൊണ്ടാണ് ആ മൗലിദിന്റെ കിതാബിൽ അവിടെ സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ദുആ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനത് തുഅനി വത്വാഊൻ. ത്വാഊൻ എന്ന് പറയുന്ന മഹാരോഗത്തിൽ നിന്ന് കാവൽ ചോദിക്കാനുള്ള ദുആ ഉണ്ടായത്. അതുകൊണ്ടാണ് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ വീടുദ്ഘാടനത്തിന് ഓതിയ മൗലിദാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ഓതിയ മൗലിദാ. എന്തേ നമ്മുടെ നാടുകൾ മാരകമായ രോഗം വരാൻ കാരണം? ആധുനിക ലോകത്തിന്റെ ചെറുപ്പക്കാരികളെ അതിനെ നമ്മൾ വലിച്ചെറിഞ്ഞില്ലേ? അതിൽ നിന്ന് നമ്മൾ പാരമ്പര്യത്തെ നമ്മൾ ചോദ്യം ചെയ്തില്ലേ? മുൻഗാമികളെ ചീത്ത പറയുന്ന ഒരു സമുദായം ഉടലെടുത്തില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻഗാമികളായ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ ദീനിനു വേണ്ടി ജീവിച്ച മഹാന്മാർ ഭാര്യമക്കളെക്കാളും അവരെ എല്ലാ സമ്പത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച മുൻഗാമികൾ അവരുടെ പാരമ്പര്യത്തോട് കൂടി സൂക്ഷിച്ചു വെച്ച അമാനത്തായി നമ്മുടെ കയ്യിലേൽപ്പിച്ച പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് വലിച്ചെറിഞ്ഞില്ലേ? നാട്ടിലെ ആജിയാക്കന്മാരുടെ മക്കള് നാട്ടിലെ പള്ളിക്കമ്പറ്റിയിൽ ഉണ്ടായിരിക്കാം, നാട്ടിലെ വലിയ പ്രമാണിയായിരിക്കാം. പക്ഷേ മക്കളൊക്കെ ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ഇത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താ? മാരകമായ രോഗങ്ങളാണ്. എല്ലാ വീടുകളിലും പോയി നോക്ക്. ഓരോരുത്തരുടെ വീടുകളിൽ അവൻ തൂക്കിയാൽ കിലോ കണക്കിന് തൂക്കം ഭാരം വരുന്ന മെഡിസിനുകൾ, ടാബ്ലറ്റുകൾ ഇല്ലാത്ത വീടുകളുണ്ടോ? അല്ലേ? ഓരോരുത്തരുടെ പല്ലിപ്പം നോക്കിയെങ്കിൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഗുളികത്തിലുണ്ടാവും. കണക്ക് കൂട്ടിയിരുന്നു. നമ്മുടെ സമ്പത്തിന്റെ വലിയൊരു തുകയാണ് നമ്മൾ ഡോക്ടർമാർക്ക് കൊടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു. എന്താ രോഗം? രോഗമില്ലാത്തവരുണ്ടോ? പ്രഷറില്ലാത്തവരുണ്ടോ? ഷുഗർ ഇല്ലാത്തവരുണ്ടോ? മാരകമായ രോഗങ്ങൾ, പുതിയ 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 രോഗങ്ങൾ നമ്മുടെ ശരീരങ്ങളെ, നമ്മൾ ആരോഗ്യങ്ങളെ കാർന്നു തിന്നുന്നു. ഇതിനൊക്കെ പ്രതിവിധി എന്താണ്? അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിലേക്ക് മടങ്ങുക, മഹത്തുക്കളായ അസ്ഹാബുൽ ബദരീങ്ങളിലേക്ക് മടങ്ങുക. ഇത്തരം മജ്‌ലിസുകൾ നടക്കുമ്പോൾ റോഡിന്റെ തിണ്ണകളിൽ ഇരുന്നു കൊണ്ട് ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അങ്ങാടി കവലകളിൽ ഇരുന്നു കൊണ്ട് ഇവിടെ മജ്‌ലിസ് നൂറ് നടക്കുമ്പോ, ഇവിടെ ഇൽമിന്റെ മജ്‌ലിസ് നടക്കുമ്പോ ഹോട്ടലിന്റെ തിണ്ണകളിൽ ഇരുന്നു കൊണ്ട് ഗീബത്ത് പറഞ്ഞുകൊണ്ട് സമയം കൊല്ലുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ? ഈ കൂടിയിരിക്കുന്ന പ്രായമുള്ള 45, 50, 60 വയസ്സായ എന്റെ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഇത്രയും അന്തസ്സോടെ താടിയും എല്ലാം തലവുമൊക്കെ മറച്ചുകൊണ്ട് നല്ല സുന്നത്തായ രീതിയിൽ നിങ്ങൾ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് 18 വയസ്സായ മോനില്ലേ? നിങ്ങൾക്ക് 22 വയസ്സായ മോനില്ലേ? അവൻ ഈ മജ്‌ലിസിലുണ്ടോ? ആലോചിക്കണം. ദുനിയാവിൽ എന്തെങ്കിലും ഒരു നിയമത്ത് കിട്ടുമ്പോ ആ മക്കൾക്ക് കിട്ടണോ നമ്മൾ ആഗ്രഹിക്കൂലേ? നമുക്ക് നല്ല ഒരു നിയമത്ത് കിട്ടി, നല്ലൊരു ബിരിയാണി കിട്ടുമ്പോ പല ആൾക്കാരും പറയാറില്ല, ഉസ്താദ് ഹോട്ടലിൽ പോയി തിന്ന പോലെ ആവുന്നില്ല. എന്താ കാരണം? ഭാര്യനെ മക്കളെ ഓർമ്മ വരുന്ന മക്കളെ വിട്ടിട്ട് നമ്മൾ നല്ല ഇടി ചിക്കൻ പോയി നമ്മൾ പാലക്കാട് നിന്ന് നമ്മളിന്നോ നമ്മളെ മക്കൾ 4-3 പയ്യുന്നുണ്ടോ? ആദ്യക്കാർക്ക് ഒരു കോഴി ഹോട്ടലിൽ പോയിട്ട് ആരെങ്കിലും വാങ്ങുമ്പോൾ മനസ്സിൽ ബേജാറ് പഠിച്ചോനെ മക്കളെ വിട്ടിട്ടല്ലേ. നമ്മൾക്ക് അത് മക്കളോടുള്ള സ്നേഹമാണ്, സ്നേഹം വേണം. പക്ഷേ ഇതേപോലെ ഇതിനേക്കാളും വലിയൊരു സ്നേഹം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലേക്ക് അല്ലാഹു വരുത്താതിരിക്കട്ടെ, വീട്ടിലേക്ക് ഒരു അപകടം വന്നു, വീട്ടിലേക്ക് ഒരു തീപിടുത്തം വന്നു നോക്കാം. മഹാന്മാരൊക്കെ പറയുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ, മഹാന്മാർ പറഞ്ഞിരുന്ന ഉദാഹരണങ്ങളാണ്. വീട്ടിലേക്ക് തീപിടുത്തം, അപകടം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ മാത്രം ഓടി രക്ഷപ്പെടുമോ? കേട്ടോ സലീമക്ക,
ഇല്ല. നമ്മൾ എന്താക്കുക, നമ്മളെ മക്കളെ വലിച്ചിട്ട് പുറത്തേക്ക് എറിഞ്ഞതിന് ശേഷം നമ്മൾ ആ അപകടത്തിൽപ്പെട്ടാലും മക്കളെ നമ്മളെന്താ രക്ഷപ്പെടുത്തും. ഈ രീതിയിലാണ് നമ്മുടെ മക്കളുടെ സ്നേഹം. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, നാളെ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നിങ്ങൾക്ക് മാത്രം നിങ്ങളെ മക്കളെ വിട്ടിട്ട് സ്വർഗത്തിൽ പോകാൻ നിങ്ങളെ മനസ്സനുവദിക്കുന്നുണ്ടോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബിനോട് ദുആ ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിലുള്ള ദുആയാണ്, റബ്ബേ ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിൻപറ്റേണ്ടത് നമ്മുടെ മക്കളാണ്. ആ മക്കളെ അവർക്ക് സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഉമ്മവെങ്ങന്മാരെ മക്കൾക്ക് ധാർമ്മിക ബോധമുണ്ടാക്കി കൊടുക്കണം. ഇൽമിന്റെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈമാനിന്റെ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ധാർമ്മികമായ ബോധം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉപദേശിക്കാതെ നന്നാവൂല. എന്റെ ഉസ്താദിനെ ഏൽപ്പിച്ചു വിടാം. 1ാം ക്ലാസ്സിനെ കൊണ്ടുപോയിട്ട് 5.5 വയസ്സിന് കൂട്ടിയെങ്കിൽ 10ാം ക്ലാസ് മാത്രം ഉസ്താദിന്റെ കയ്യിൽ. അത് ഉസ്താദ് ശരിയില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ആയത്. പറയാൻ എല്ലാവർക്കും എളുപ്പത്തിലുള്ള പണി എന്ത്? മാഷന്മാരെ പറഞ്ഞു നോക്കാൻ പറയാൻ ധൈര്യം ഉണ്ടാവും. സ്കൂൾ പഠിപ്പിക്കുന്ന മാഷന്മാരെ നമുക്ക് ഇത്തരം ഇപ്പോൾ പബ്ലിസിറ്റി നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ധൈര്യത്തിൽ പറഞ്ഞു, എല്ലാവരും പറയാറില്ല. ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല, അതുകൊണ്ട് എല്ലാ നിങ്ങൾ പറയും അയാളെ പറഞ്ഞതിന്റെ പക നിൽക്കുന്നത്. എല്ലാവരും പറഞ്ഞിട്ടില്ല. ഞാൻ ഏകദേശം 10-12 കൊല്ലായി, 13 കൊല്ലായി മദ്രസ അധ്യാപകനാവാതെ. അതുകൊണ്ട് എല്ലാവരും ആവശ്യത്തിന് പറയല്ല. ഏകദേശം നാടുകൾ നടക്കുന്ന അങ്ങനെയല്ലേ? ഉസ്താദ് മനസ്സിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയി അങ്ങനെ കുറത്തേ മക്ക പൈലായും കോൾട്ടായിരിക്കും. ഉമ്മമാർ പറഞ്ഞങ്ങനെ പല സ്ഥലത്തുണ്ട്. ഉമ്മമാർ പ്രശ്നം ഉണ്ടാക്കുന്ന എങ്ങനെ? അത് ഉസ്താദിന് പെടണം. ഉസ്താദ് കുട്ടിക്ക് സമാനം. ഈ മോന് സ്വഭയസ്കാരത്തിന് എഴുന്നേൽക്കുന്നോ? അവൻ അതാലോചിച്ചിട്ടുണ്ടോ? ഈ മകനിക്ക് ധാർമ്മികമായ ബോധമുണ്ടോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും ഞാൻ വയലിൽ പോയാൽ പറയാറുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ, നമ്മുടെ പിഞ്ചു മക്കൾ, 22-30 വയസ്സായ ബാലക്കാരെ പറയേണ്ട ചെറിയ മക്കൾ അവസ്ഥകൾ എടുത്തു നോക്ക്. നിങ്ങൾ നോക്ക്, അങ്ങാടി കവലകളിലൂടെ, റോഡ് വക്കിലൂടെ ഏറ്റവും കൂടുതൽ അലഞ്ഞു തിരിയുന്നവർ ആരാ? ഇൽമിന്റെ മജ്‌ലിസിൽ വന്നാൽ ഇവിടെ ഒച്ചപ്പാട്, പള്ളിയിൽ വന്നിട്ട് ഏറ്റവും പ്രശ്നം ഒറ്റയിട്ട് സംസാരിക്കുന്നവരാരി നമ്മുടെ മക്കളല്ലേ. അപ്പൊ നമ്മൾ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് പുലരേണ്ടതല്ല. അവർക്ക് ഉപദേശം കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇപ്പൊ ഇന്ന് ജുമായിലല്ലേ? ഇന്ന് ജുമാക്ക് 2ാമത്തെ ദുആ കഴിഞ്ഞിട്ട് പോയ ആൾക്കാർ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? 2ാമത്തെ ദുആ പള്ളിയിൽ 2ാം ദുആ ഉണ്ടല്ലോ. എന്താ 2ാമത്തെ ദുആ? നിസ്കാരത്തിന്റെ ഫർള, സുന്നത്ത, ജുമാന്റെ ശർത്ത, ജുമാന്റെ സുന്നത്ത് ഒന്നുമല്ല. ആരാ തുടങ്ങിയത്? മുൻഗാമികളായ സ്വാലിഹീങ്ങൾ. വന്നിട്ട് ആളുകൾ ചോദിക്കും, ഗൾഫിൽ ദുബൈയിലില്ല, ആടെ ഇല്ല, ഇവിടെ 1 ദുആ 2 ദുആ 3 ദുആ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ദീന് ഗൾഫ് രാജ്യത്തിന്റെ, സൗദി അറേബ്യയുടെ ഔക്കാഫ് അവിടുത്തെ സർക്കാർ ഉണ്ടാക്കിയതല്ല ദീന്. നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് 2ാമത്തെ ദുആ ഉണ്ടാക്കിയത്? നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആളുകൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി, കൂട്ടമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഫാത്തിഹ ഓതി 3 ഖുൽഹുവല്ലാഹു അഹദ് ഓതിയിട്ട് സൂറത്തുൽ മുഅവ്വിദത്തിന് ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന് അവർക്ക് അദിയ ചെയ്യാൻ വേണ്ടി ആര്? നേരത്തെ ആസിഫ് ഉദരി ഉസ്താദ് പറഞ്ഞ ഒരുപാട് ആളുകൾ മരണപ്പെട്ട കഥ ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്തായിരുന്നു, അല്ലാഹു അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ കമീദൊക്കെ നമുക്കറിയുന്ന ആളുകളായിരുന്നു. അവരോടൊക്കെ അല്ലാഹു പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുൻഗാമികൾ 2ാമത്തെ ദുആ ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 2ാമത്തെ ദുആ ഇരുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നില്ല, കാരണം ഉസ്താദ് പറഞ്ഞ നാളെ ഉസ്താദിന്റെ പേരിൽ കുതിര കയറാൻ നിൽക്കണ്ട. ഞാൻ അവിടെ ചോദിക്കാറില്ല. കാരണം പിന്നെ ഒരു സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോ ഉസ്താദിനെ അതിന് അധിക വർഷങ്ങൾ ചെല്ലിയെന്നിനി, അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് മഹലിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവ കഥകൾ നമുക്കറിയാം. 2ാമത്തെ ദുആഇന്റെ സദസ്സിൽ പോയി നോക്കിയാൽ 45-50 വയസ്സായ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് എത്ര 500 ആള് ജുമാക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ദുആക്കുള്ളത് എത്ര ആള്? 25-30 ആള് അല്ലേ? എന്റെ മുഅ്മിനീങ്ങളെ ആരോധിക്കണം. ഞാൻ ചോദിക്കുമ്പോ നിങ്ങളെ മക്കളോട് ഒരു ഉപദേശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരു ദിവസം ഉപദേശിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങൾ എന്തേ നന്നാക്കിയിട്ടില്ല എന്നല്ല ചോദിക്കുന്നു. അല്ലാഹു ചോദിക്കുന്നു, നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു നമ്മളോട് ചോദിക്കുന്നു, നീ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ആളുകളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഉമ്മമാരോട് ഞാൻ
ചോദിക്കട്ടെ, ജുമാക്ക് 1 മണിക്കാണ് ഖുതുബ തുടങ്ങുന്നതെങ്കിൽ ആ ഖുതുബ കഴിഞ്ഞിട്ട് 2 റക്അത്ത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് 1:35 ആവുമ്പോ ആ കുട്ടി വീട്ടിലേക്ക് എത്തിയാൽ ആ കുട്ടിയോട് ചോദിക്കണം, ജുമാക്ക് പോയിട്ട് എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു, നീ ദുആക്ക് ഇരുന്നിട്ടുണ്ടോ, നീ ദുആക്ക് വേണ്ടി കൂടിയിട്ടുണ്ടോ, ആമീൻ പറയാൻ കൂടിയിട്ടുണ്ടോ? ഇത് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കളായ നിങ്ങൾക്കില്ലേ? നിങ്ങൾ ബാക്കിയുള്ള കാര്യം ക്ഷീരണി ഒരു ഉദാഹരണത്തിന് ഇപ്പൊ മജ്‌ലിസ് നൂറ് കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ക്ഷീരണി കിട്ടി, ക്ഷീരണി എല്ലാം കൊടുക്കും. 500 ആൾക്ക് ചോറാക്കിയിട്ട് വെച്ചോ, ഒരു 25 ആൾക്ക് ചോറ് കിട്ടിയില്ല, നമ്മളെ മക്കൾക്ക് ചോറ് കിട്ടിയില്ല, പിറ്റേ ദിവസം പ്രശ്നത്തിനുണ്ടാവും അല്ലെ? എത്ര ആളുകൾക്ക് തീരില്ലെങ്കിൽ സ്വരന്തിക്ക് ഒരു ആക്കട സ്വരന്തിക്ക് ആക്കടെങ്കിൽ എല്ലാവർക്കും ആക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് സംഘാടകർ പറയുന്നത്, നിങ്ങൾ എന്താക്കണം, 100 ആൾ കൊടുത്തെങ്കിൽ എപ്പോൾ 125 ആളാക്കണം. കാരണം 100 ആൾക്ക് കൊടുത്തിട്ട് 199 ആൾ കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തില്ലെങ്കിൽ എല്ലാം പാത്തില്ല, അത്തയ്യാത്തിനോട് കുറഞ്ഞ പാടില്ല. പിന്നെ പറഞ്ഞിട്ട് കൂടല്ല, ചില സ്ഥലത്തല്ല മംഗളത്തിന്റെ വർക്ക് പോയെങ്കിൽ മംഗളത്തിന്റെ വർക്ക് പോയെങ്കിൽ ചിലപ്പോൾ എന്താവും, ഈ റോഡ് സൈഡിലൊക്കെ ഈ നമ്മുടെ ഹൈവേന്റെ സൈഡിലൊക്കെ ചില മനുഷ്യന്മാർ രാത്രിയൊക്കെ, ഞാൻ അധിക സ്ഥലത്തും പറയാനുണ്ട്, അധികം ഈ നാഷണൽ ഹൈവേയിൽ പോകുമ്പോൾ വിളിക്കാതെ കയറും, ഹോട്ടലിന് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് കയറലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് മഞ്ചേശ്വര ഭാഗത്ത് ഒരു മംഗളം പേർക്ക് ഒരു ദ്വാരപ്പിക്കന്റെ പേർക്ക് ഒരാൾക്ക് കയറി, ദ്വാരപ്പിക്കുന്ന മനസ്സിലായോ, 40ന്റെ ദുവാന്റെ പേർക്ക് കയറി, ഓര് വിളിച്ചിട്ട് കയറിയല്ല, അങ്ങനെ കയറി വെച്ചിട്ടുള്ള അതിന് കേട്ട് പുതിയ ആപ്പിള പോയാണ്. അപ്പോ ആടുന്ന ഒരാൾ പറഞ്ഞ്, നിങ്ങൾ വേഗം പോയത്, ഇത് മംഗളത്തിന്റെ പനല്ല, ഇത് 40ന്റെ ദുവാ, നിങ്ങൾ വിളിക്കാതെ വന്നെന്ന് ആർക്കറിയണ്ട, വേഗം പോയത് നിങ്ങൾ. ഈ രീതി വിളിക്കാതെ പോകാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ വരും. അങ്ങനെ വന്നിട്ട് ഭക്ഷണം തീർന്നാൽ ഈ ഭക്ഷണം 4 ആൾക്ക് കിട്ടിയില്ലെങ്കിൽ ആകെ നാട്ടുകാരുടെ ഫദീഹത്താണ്. ഈ രീതിയിൽ നമ്മൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ, അങ്ങനെ ഒരാൾക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഒരു പറയുന്നത്, ഉപ്പ ഉമ്മ 5 മക്കളുണ്ടെന്ന് വെച്ചോ, 5 മക്കളുണ്ടായി, ഒരു കുട്ടിക്ക് കിട്ടിയില്ല, പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല, ചിന്തിക്കേണ്ടത് ബർക്കത്തിനല്ലേ. ഒരാൾ കിട്ടിയെങ്കിൽ അതിനെ പെട്ടാൾക്ക് തിന്നാലോ എന്ന് ചിന്തിക്കൂല. ഓന് കിട്ടിയിട്ടില്ല, അതെന്താ കിട്ടാതെ, നാളെ പിറ്റത്തെ സെക്രട്ടറിക്ക് പോകണം, 4 ഭാഗത്ത് പോകണം, എന്റെ മോന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നുകൊണ്ട് ഈ ദുആഇന്റെ മജ്‌ലിസിൽ ദുആക്ക് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? സന്ദർഭോചിതമായിട്ടുള്ള അറിവുകളാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ കുറെ ലോകത്തിന്റെ കഥകൾ നിങ്ങളോട് വിളമ്പുന്നുണ്ടായില്ല. ജുമാക്ക് വേണ്ടി ഞാൻ പറയുന്നു, അധിക ചെറുപ്പം ഇവിടെ കൂടിയ രക്ഷിതാക്കളോട് ചോദിക്കുന്നു, ജുമാന്റെ കൂലി, ജുമാക്ക് വന്നിട്ട് ജുമാന്റെ കൂലി കിട്ടാതെ എത്ര ആളുകൾ ഇന്നത്തെ ജുമാ കൂടിയിട്ടുണ്ടാവും? എത്ര ആളുകൾ ഉണ്ടാവും? ആലോചിക്കണ്ടേ നമ്മൾ? ജുമാക്ക് ഇന്ന് ഇമാമ് ഖതീബ് മിമ്പറിൽ കയറി ഖുതുബ തുടങ്ങിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവന്റേതായിരിക്കുന്ന മലായികത്ത് അവർക്ക് ഹാജരിടുന്ന സമയം കഴിഞ്ഞു. ഇമാം എന്തായി മാഷറിനെ വിളിച്ചിട്ട് മുഖ്യ ഭയങ്കരത്തിൽ വിളിച്ചിട്ട് ഇമാം മിമ്പറിൽ അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയാൽ മലായികത്ത് വന്നിട്ട് എന്താക്കും? ഖുതുബ കേൾക്കാൻ വേണ്ടിയിരിക്കും. പിന്നെ വന്നവർക്ക് മാർഗില്ല. ഇന്ന് ഖുതുബ തുടങ്ങിയതിന് ശേഷം ജുമാക്ക് വന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ആലോചിക്കുന്നുങ്ങൾ. നിങ്ങൾക്കും വേണ്ടേ അൽ ജുമുഅത്തു ഹജ്ജുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രതിഫലം നമ്മളെങ്ങനെ സ്വർഗ്ഗം കിട്ടണം? ഓസാരമായിട്ട് പണിയെടുക്കാനൊന്നും കഴിയില്ല, പണിയെടുക്കണം, അധ്വാനിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം. കൂടുതൽ പണിയെടുക്കാതെ ഒരു 7ാം ക്ലാസ്സിൽ വിട്ട് 7ാം ക്ലാസ് സ്കൂൾ ഓന് മഹാകള്ളം 7ാം ക്ലാസ് സ്കൂൾ വിട്ടിട്ട് ഓന് ഇരുന്നിട്ട് എന്തായി ഒരു പള്ളിയിൽ മോനെ എന്നിട്ട് ദ്വാരക്ക മക്കത്തെ കഅബ ശരീഫിൽ അടുക്കൽ പോയിട്ട്, പടച്ചോനെ എന്നെ ഡോക്ടറാക്കണേ അല്ലാ, എന്നെ എഞ്ചിനീയർ ആക്കണേ അല്ലാ. ഓൻ പഠിക്കണ്ടേ, ഓൻ അതിന് വേണ്ട കോഴ്സ് എടുക്കണ്ടേ? വെറുതെ ഇരുന്നിട്ട് ഞാൻ 7ാം ക്ലാസ് പഠിച്ചിട്ട് എന്നെ ഡോക്ടറാക്കണേ എന്ന് പറഞ്ഞത് വരുന്ന കിട്ടുമോ? പണിയെടുക്കണം. ഇത് നമ്മുടെ വർക്കത്തിന് എഴുതി വെക്കാനുള്ളത് മാത്രമായി ഒരേ ഒരു വലിയ തവക്കലിന്റെ ഇത് വര കൂടിയായിട്ട് പോയി നോക്കുമ്പോ ഒരു ചുമരിൽ തന്നെ മുഴുവനും തവക്കൽ തോലല്ല അല്ലെ? ഇപ്പൊ കന്നാടി കൊടുത്ത് വെക്കുന്നല്ല, ഇപ്പൊ തന്നെ കൊത്തി ചുമരിൽ തന്നെ കൊത്തിച്ച് വെക്കുന്ന വലിയത് തവക്കൽ തോലല്ല. എന്താ ഈ തവക്കൽ തോലല്ല? മഹാന്മാരെ എഴുതി വെച്ചത് അത് വർക്കത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരായ മുൻഗാമികളായ ആളുകൾക്ക് തവക്കലുണ്ടായിരുന്നു. ഒരു തവക്കലില്ലാത്ത മനുഷ്യന്മാരാണ് ഈ തവക്കൽ തോലല്ല എഴുതി വെക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് നമ്മൾ മടങ്ങണം, ഇസ്ലാമിലേക്ക് നമ്മൾ മടങ്ങണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം ഉണ്ടായിരിക്കണം, ആത്മീയത ഉണ്ടായിരിക്കണം. മജ്‌ലിസുൻ നൂർ, എന്തിനാ മജ്‌ലിസുൻ നൂർ തുടങ്ങിയത്? ആരാ ഉണ്ടാക്കി തന്നത്? മജ്‌ലിസുൻ നൂർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? മഹാനായ സയ്യിദുനാ ഐബൻ ശിഹാബ് തങ്ങൾ കൊടപ്പുറക്കൽ തറവാട്ടിലെ അജയ്യനായ സൂഫിവര്യനായ മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട ഐബൻ ശിഹാബ് തങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2010-11 വർഷത്തിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത്രേ ആയിട്ടുള്ളൂ. ഞാൻ അഡ്യാർ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട്
കർണാടകയിൽ മജ്‌ലിസ് നൂർ തുടങ്ങിയത് ഞാനും ജിബിരി സൈനുല്ലാബിൻ ജിബിരി തങ്ങളാണ്. ഏത് പള്ളിയിൽ തുടങ്ങിയിട്ടില്ല. കർണാടകയിൽ പ്രഥമമായി മജ്‌ലിസ് നൂർ തുടങ്ങിയത് അന്നാണ്. എന്നാൽ ഈ മജ്‌ലിസ് നൂർ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശിച്ചത് എന്തിനാണ്? ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതല്ല, അദ്ദേഹം സ്വന്തമായി എഴുതി വെച്ചതല്ല. മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ടല്ലോ. ആരായിരുന്നു ഹൈദർ അലി ശിഹാബ് തങ്ങൾ? കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദുവരകൾ ഉണ്ടാക്കി തന്നതല്ലല്ലോ. നമ്മുടെ പറയിൽ ഒരു 50 കൊല്ലം 60 കൊല്ലം മുമ്പത്തെ സ്വലാത്തിന്റെ കടലാസ് ഏടുണ്ടെങ്കിൽ അതിൽ പോയി നിങ്ങൾ നോക്ക്. ഈ മജ്‌ലിസ് നൂർ അങ്ങനെ തന്നെ ഉണ്ട്. മജ്‌ലിസ് നൂർ എന്ന പേരില്ലാതെ മാത്രം മജ്‌ലിസ് നൂർ എന്നുള്ള പേരുണ്ട് കടലാസിൽ അങ്ങനെ തന്നെ ഉണ്ട് ഏടുകളിൽ. ഞാൻ തന്നെ നോക്കിയത് ഇത് ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുവരെ ഒരുപാട് തവണ അത് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഈ ബൈത്ത് തുടക്കത്തിലൊന്നും ആർക്കും പറയാൻ അറിയുമായിരുന്നില്ല. ദണ്ഡം സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറക്കത്തിനാൽ എന്ന് തുടങ്ങുന്ന ബൈത്തുകൾ അത് ആദ്യ കാലത്ത് നമുക്കൊക്കെ തുടങ്ങാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ അറിഞ്ഞാ ഇല്ല. ഇപ്പോ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് നേട്ടമുണ്ടാക്കി മജ്‌ലിസ് നൂർ കൊണ്ട് നേട്ടമുണ്ടാക്കി എന്ന് വെച്ചാൽ എന്ന് തുടങ്ങുന്ന ബൈത്ത് ചെറിയ കുട്ടികളടക്കം പാടാൻ തുടങ്ങി. എന്തിനാണ് ഇതുണ്ടാക്കി തന്നത്? മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ നാട്ടിലൂടെ ബലാലുകൾ മുസീബത്തുകൾ പ്രയാസങ്ങൾ വന്നപ്പോ മഹല്ലടിസ്ഥാനത്തിൽ ചൊല്ലാൻ അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ എത്രയോ ജമാഅത്തുകൾ ഏറ്റെടുക്കില്ലേ, എത്രയോ സംഘടനയുടെ മജ്‌ലിസ് നൂർ നടക്കുന്നുണ്ട്. നാട്ടിലേക്ക് വലിയ ബറക്കത്തല്ലേ, കുടുംബത്തിലേക്ക് ബറക്കത്തല്ലേ. മിത്തൂർ എന്ന് പറയുന്ന ഈ പ്രശാന്ത സുന്ദരമായ നാട്ടിൽ, ഈ ബറക്കത്തുള്ള നാട്ടിൽ എന്തിനാണ് മജ്‌ലിസ് നൂർ വരുന്നത്? പൊന്നാര മുഅ്മിനേ, ഇത് നമ്മുടെ നാട്ടുകാർക്ക് ദുആ ചെയ്യാനാണ്. ഈ ജമാഅത്തിലുള്ള പാവപ്പെട്ടവർക്ക് ദുആ ചെയ്യാനാണ്. എത്ര വീടുകളിൽ രോഗികളുണ്ട്, എത്ര വീടുകളിൽ നഷ്ടപ്പെടുന്നവരുണ്ട്, എത്ര വീടുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം കൂട്ടമായി ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് നാട്ടുകാരായ നിങ്ങൾ ആ മജ്‌ലിസിലുണ്ടോ? അതിന്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലേ? പുണ്യം ലഭിക്കൂല. പുണ്യം ലഭിക്കും ആർക്കും. കാരണം ഉണ്ടായിട്ട് ഒരാൾ വന്നില്ല, രോഗിയാണ്, അദ്ദേഹത്തിന് വരാനുള്ള ശാരീരികമായ ആരോഗ്യമില്ല, എന്നാൽ അവന് വന്നില്ല. സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നു, ഓ വന്നില്ല. ഓനിങ്ങനെ നമ്മളെ ഉസ്താദിന്റെ ഔദാര്യം കൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചോടെ ഈ ജമാഅത്തിന് കുടികെട്ടി താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും നീ ബർക്കത്ത് കൊടുക്കണേ. മലക്ക് അള്ള നമ്മളോട് ചോദിക്കും, അടിമേ എന്താ നിനക്ക് വേറെ പണിയില്ലേ? ഓന് മദ്യഷാപ്പിൽ ഇരുന്നിട്ട് ഹോട്ടലിന്റെ തിണ്ണയിൽ ഇരുന്നിട്ട് ആരാർക്ക് ചാറ്റിങ് ചെയ്തിട്ട് തോന്നിവാസം കാണിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ടിവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കാം. എന്നിട്ട് ഓനിക്ക് ബർക്കത്തിന് വേണ്ടി ദ്വാരക്ക് നീ എന്തിനും അള്ളാഹുവിനോട് ചോദിക്കൂലേ? ചോദിക്കുമ്പോ അതിനുള്ള ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെങ്കിലേ കിട്ടൂ. കാരണമുണ്ടായി ഒരാൾക്ക് രോഗിയാണ്, പ്രയാസപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പണിക്ക് പോയിട്ട് വരുമ്പോൾ ലേറ്റായി. എപ്പോഴും ലേറ്റാകുന്നവനെ അവന്റെ നിയത്തില്ലാത്തതുകൊണ്ടാണ് ലേറ്റാക്കുന്നത്. എപ്പോഴെങ്കിലും ഞാൻ പലപ്പോഴും എന്റെ ജമാഅത്തിലൊക്കെ ഞാൻ പറയാറുണ്ട്, മാസത്തിൽ ഒരു സ്വലാത്തിന് ആഴ്ചയിലില്ല സദനം, എല്ലാ ആഴ്ചയിലുണ്ട്. മാസത്തിൽ ഒരു സ്വലാത്തിന് ഞാൻ കൂടുതൽ എല്ലാവരും നിയത്ത് വെച്ചാൽ എല്ലാ ആഴ്ചയിലും 100-150 ആളാവും അല്ലെ? മാസത്തിൽ എപ്പോൾ വേണ്ട, മാസത്തിൽ ഒരു നിയത്ത് സ്വലാത്തിന് ഞാൻ നിയത്താക്കി. നിങ്ങൾ നിയത്താക്കി, നിയത്ത് ചെയ്താൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നമ്മൾ പണിയെടുത്താലേ, നമ്മൾ നിയത്ത് വെച്ചാലേ നമുക്ക് എത്തും. ബാല്യക്കാരെ എത്ര നല്ല നല്ല ബാല്യക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവരൊക്കെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരണം. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആ സ്വലാത്തിന്റെ മഹത്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടാത്ത നേട്ടങ്ങളില്ല. പരീക്ഷയിൽ പാസ്സാണോ? സ്വലാത്ത് നേർച്ചയാക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലു, നന്നായി സ്വലാത്ത് ചൊല്ലി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പലതും നേർച്ചയാക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് 1000 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി, അല്ലെങ്കിൽ 1,00,000 സ്വലാത്ത് നബി തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ അവന്റെ ഹൃദയത്തെ മദീനയിലേക്ക് അടുപ്പിക്കുമെന്നാണ് മഹാന്മാർ പറയുന്നത്. മദീനയിലേക്ക് അടുപ്പിച്ചാൽ അവന്റെ ഹൃദയത്തിന് ഈമാൻ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമാണ്. അത് ഹൃദയത്തിന് ഈമാനുള്ളവനിക്ക് വരാൻ കഴിയൂ. നമ്മൾ വിചാരിക്കുക എന്തായാലും എത്തിക്കിട്ടുന്നില്ല ഉസ്താദ്, ഞാൻ ഭരണ ആശയുണ്ട്, എത്തുന്നില്ല അല്ലെ? എത്തിക്കിട്ടുന്നില്ല. എന്താ എത്തിക്കെട്ടാൻ തന്നെ കാരണം? ഹൃദയത്തിൽ വെളിച്ചം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഈമാന് കുറഞ്ഞു പോയിട്ടുണ്ട്. തൗബ ചെയ്യണം, അല്ലാഹുവിനോട് തേടിച്ചു മടങ്ങണം. നബി തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തുണ്ടാകാൻ മനമൊരുങ്ങി അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് വളരെ സന്ദർഭോചിതമായി ഞങ്ങളോട് ഓർമ്മപ്പെടുത്തി. അല്പം ചില കാര്യങ്ങൾ ഇത് ഞാൻ മജ്‌ലിസ് നൂറുമായി ബന്ധപ്പെട്ട സ്വലാത്തുമായി ബന്ധപ്പെട്ട പരിപാടിയായതുകൊണ്ട് മഹാന്മാരായ സമസ്തയെ നയിച്ച മഹാന്മാർ, മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, അവരുടെ ഒരു ബർക്കത്തിന് വേണ്ടി അവരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഈ മഹത്തായ മജ്‌ലിസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാളോളം നിലനിൽക്കണം. വേണ്ടേ?
ഖിയാമത്ത് നാളോട് നമുക്കുണ്ടേ നിലനിൽക്കണമെങ്കിൽ ആര് വേണം? ഇതിന്റെ വാരിശീകൾ നമ്മൾ അതിന്റെ ഒരു ഖിയാമത്ത് നാളോട് വരണമെങ്കിൽ എന്ത് വേണം? ഈ വലിയവരായ ആളുകൾ വരുമ്പോൾ ചെറിയവരെ കൊണ്ടുവരണം, അവരെ മാതൃകയാക്കണം, അവർ ഇരുത്തിട്ട് ശീലിപ്പിക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരണം. നാട്ടിനോട് തോന്നിവാസങ്ങൾ നടത്തുകയാണ്. എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെറുപ്പക്കാരായ ആളുകളുടെ ഭാഗത്ത് നിന്ന്. മിത്തൂർ അത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഏതായാലും വീട്ടിൽ പോകുന്നവരെ മിത്തൂർ ഇല്ലാന്നല്ലേ പറയണം, അല്ലെ? വീടിന്റെ കടി മാസമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നല്ല ചെറുപ്പക്കാരെന്നാണ്. ഏതായാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകല്ലേ. ജീവിതത്തിന്റെ എപ്പോഴാണ് നമ്മളുടെ അന്ത്യം കുറിക്കുക എന്നറിയില്ല. ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച ആളുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ. അവരുടെ ആഗ്രഹങ്ങളാണ് പള്ളിക്കാട്ടിലൂടെ കൊണ്ടുപോയി ഒരു മനുഷ്യനെ പച്ചയായ മയ്യത്തിനെ കൊണ്ടുപോയി അടക്കുമ്പോ അതവനെ കൊണ്ടുപോയി അടക്കുന്നത് അവന്റെ ഒരു ഭൗതികമായ ശരീരത്തെ മാത്രമല്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരനാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള 100 കൂട്ടം ആഗ്രഹങ്ങളെയാണ് പച്ചയായ മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോയി അടക്കുമ്പോൾ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതിന്റെ അവസാനമാണ്, എനിക്ക് കല്യാണം കഴിക്കാറില്ല, എന്റെ ജീവിതം ഇന്ന ദിവസം തീരുമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ജീവിതം എപ്പോ തീരുമെന്നറിയില്ല. ജീവിതത്തിൽ നന്മകൾ ചെയ്തോ, നാളെ പാരത്രികമായ ലോകത്തേക്ക് വേണ്ടി നന്മകൾ ചെയ്തോ. ഉമ്മ-പെങ്ങന്മാരെ, ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചോ. മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആളുകൾ അവർ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ ജനങ്ങളെ, ഈമാനുള്ള ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ പേടിച്ച് ജീവിച്ചോ. വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ ശരീരവും ആഗ്രഹിച്ച അവൻ ആലോചിച്ചു കൊള്ളട്ടെ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ മരിച്ചാൽ ഇന്നത്തെ രാത്രി ഞാൻ പോയി സുഖമായി കിടന്നിറങ്ങുന്നു. ഇതാ കിടന്നിറങ്ങിയ സുബഹിയായാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. സുബഹിയായാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട എന്ന് നിബിധങ്ങൾ പറഞ്ഞു. ഇന്ന് കഴിഞ്ഞത് കഴിഞ്ഞു പോയി. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന്റെ ശബ്ദത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജവാബും ചൊല്ലിയിട്ട് നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാവേണ്ട ആഗ്രഹം എന്താണ്? നീ ചിന്തിക്കേണ്ടത് എന്താ? ഇതെന്റെ അവസാനത്തെ ബാങ്കായിരിക്കുമോ? ഇനിയൊരു അസറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ ഈ ഭൂമിയിലുണ്ടാകുമോ എന്നൊരാലോചന നിങ്ങൾക്കുണ്ടെങ്കിൽ പൊന്നാര സഹോദരാ, നിസ്കാരം ഖളാക്കാൻ കഴിയൂല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് 15 മിനിറ്റ് അവിടുന്ന് ജമാഅത്തിനെ കാത്തുകൊണ്ടുകൊണ്ട് പള്ളിയിലുള്ള ഇമാമികൾ നിസ്കരിക്കുമ്പോ എന്തിനാ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്? അഫ്ളലായ സമയങ്ങൾ നീക്കി വെച്ചിട്ട് ജമാഅത്തിന് വേണ്ടി ആളുകൾ വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുമ്പോ ഏതെങ്കിലും വീടിലൂടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആ വീട്ടുകാർക്ക് അവർക്ക് സമയമുണ്ടായി സൗകര്യമുണ്ടായിട്ട് ജമാഅത്ത് നിസ്കാരത്തിലേക്ക് വന്നില്ലെങ്കില് പള്ളി അവനിക്ക് കേടായി സാക്ഷി പറയൂലേ. വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കാറുള്ളതാണോ പള്ളികൾ? ഇത് നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് ജമാഅത്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാറുള്ളതല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവ് 2 പ്രാവശ്യമാണ് ഉമ്മത്തികളെ ഓർത്തുകൊണ്ട് കരഞ്ഞത്. ഈ നബി സമുദായത്തിനെ ഓർത്തുകൊണ്ട് 2 പ്രാവശ്യം നിമിത്തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിന്റെ സാക്ഷിയായവരാരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി പോയി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഉമർ ഫാറൂഖ് തങ്ങളുടെ സലാമിന് മറുപടി വന്നില്ല. ആയിഷ ഉമ്മയുടെ വീട്ടിലാണ് നബി തങ്ങൾ, സലാമിന് മറുപടി വന്നില്ല. രണ്ടാമത് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങൾ സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. 3 തവണ ചൊല്ലി. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സലാമിന് പ്രതിവിധിയില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സങ്കടത്തിലായി, ദുഃഖത്തിലായി, പ്രയാസത്തിലായി. ഇതിൽ നിന്നൊരു മസ്അല നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വട്ടം സലാം പറഞ്ഞ് മടക്കിയില്ലെങ്കിൽ 2ാമത് പറയണം സലാം. 2ാമത് സലാം പറഞ്ഞിട്ട് മടക്കിയില്ലെങ്കിൽ 3ാമത് സലാം പറയണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം.
ഒരിക്കൽ സലാം പറഞ്ഞിട്ട് മടക്കില്ലെങ്കിൽ അസ്സലാമു അലൈക്കും നല്ല പറയും. പിന്നെ പകയുണ്ടെങ്കിലും തന്നെ പിള്ളേർ സൗണ്ട് കുറച്ചിട്ടേ ചേർന്നേ, ഉസ്താദിനോട് കുറച്ച് പകയുണ്ടെങ്കിൽ നല്ല തന്നെ ചേർന്നേ, എന്നിട്ട് അതിന് പിന്നെ അവൻ ചെല്ലാണെന്നല്ലേ ഉസ്താദിന്റെ സലാം മടക്കിയിട്ടാണ്. അതിന്റെ പേരിൽ പ്രശ്നക്കാരോ സലാം കൊടുത്തിട്ട് സലാം പറഞ്ഞു, സലാം ചെല്ലുമ്പോൾ നേരെ തരണം, നല്ല മര്യാദയ്ക്ക് ചെല്ലണം. ഇങ്ങനെയാണോ സലാം പറയുന്നത്? പിന്നെ മടക്കുന്ന ശൈലിണ്ട്. പഠിച്ചവനെ മോനി ചില ആളുകൾക്ക് സലാം മറക്കുന്ന കേട്ടെങ്കിൽ ജീവിതത്തിൽ പോലെ കാണുമ്പോൾ സലാം പറയാൻ തോന്നൂല. എന്തോ നീട്ടാൽ വണ്ടി ഇതായിരുന്നു അതിന്. അങ്ങനെയാണോ സലാം മടക്കേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് വളരെ വ്യക്തമായി ചൊല്ലണം. സലാം വ്യക്തമായി ചൊല്ലണം. ഒരു വട്ടം ചൊല്ലി മടക്കുന്നത് കേട്ടില്ല, ഒന്നും കൂടി സൗണ്ട് എടുത്തിട്ട് പറയണം അസ്സലാമു അലൈക്കും. എന്നിട്ടും കേട്ടില്ല. എന്നെ പോലത്തെ ഒരു മൊബൈലിൽ പേഴ്സണലുണ്ടെങ്കിൽ ഏതോ പേജിൽ ലൈക്ക് അടിക്കുന്ന തിരക്കാണെങ്കിൽ ഇത് കേൾക്കില്ലല്ലോ. അപ്പൊ എന്താക്കണം, ഒന്നും കൂടി പറയാം സൗണ്ട് കൂട്ടിയിട്ട്. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഈ ഹലാക്ക് പിടിച്ച മുസീബത്തിന് ഞാൻ പഠിപ്പിക്കുന്ന പടം അങ്ങനെയല്ല പറയേണ്ടത്. എന്ത് പറയണറിയോ? ചെവി കേൾക്കാത്തവനായിരിക്കും. അവിടെ കൂലി കിട്ടിയ മതി. നമ്മളെ സലാമ നഷ്ടത്തിലാകുന്നില്ല. 3 വട്ടം ചെല്ലിയ സലാമിനും മലായിക്കത്തിന്റെ മടക്കൽ കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു. അതിനില്ല, നമുക്ക് 3 വട്ടം സലാം പറഞ്ഞതിന്റെ കൂലി കിട്ടി. എന്നിട്ട് മടക്കി നമ്മൾ വിചാരിക്കാം ചെയ്തൂരായിരിക്കും, സമ്മതയിലായ ആളായിരിക്കും. അതുകൊണ്ട് സാവധാനത്തോടെ പോവാം. അങ്ങനെ 3 വട്ടം സലാം പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് സലാം അടക്കാതെ വന്നപ്പോൾ കുറെ നേരമായി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നിട്ട് തന്റെ വിരിയെന്ന് തുറന്നിട്ട് പുറത്തേക്ക് വന്നു. നബി തങ്ങളെ മുഖം കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. നബി തങ്ങളെ കണ്ണിൽ കരഞ്ഞതിന്റെ ലക്ഷണം കാണുന്നുണ്ട്. കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ കരയുകയാ. ഉമ്മമാരെ കേൾക്കണേ, എന്റെ സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, തങ്ങൾക്ക് എന്റെ ഉമ്മയും ഉപ്പയും തണ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് അറബികളുടെ ശൈലിയാണ്. എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. തങ്ങൾ എന്തിന് കരയണം? ഞങ്ങൾ ഇത്ര വലിയ അനുചരന്മാരുണ്ടായിരിക്കെ എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന നിലക്ക് അവിടുന്ന് മാനദണ്ഡമായി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ കരയുന്നത് എന്റെ കാര്യം ഓർത്തിട്ടല്ല, എന്റെ സ്വഹാബത്തിന്റെ കഥ ഓർത്തിട്ടല്ല, എന്റെ മക്കളെ ഫാത്തിമയുടെ കഥ ഓർത്തുകൊണ്ട് കരയുകയല്ല, എന്റെ ഉമ്മത്തീങ്ങളുടെ കാര്യത്തിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. പറയേ മുഖറബായ മലക്ക് ജിബ്രീൽ, റൂഹുൽ അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആയത്തിറക്കി തന്നിട്ടുണ്ട്. പറയേ ആയത്തിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. പറയേ ഇതാരിക്കാണ് മദീനത്തെ റൗള ശരീഫിന്റെ നബി തങ്ങളെ ചാരത്ത് കിടക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ കാര്യമല്ല, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാര്യമല്ല, നക്ഷത്ര തുല്യരായ ജന്നത്തിൽ ബഖയിൽ കിടക്കുന്ന സ്വഹാബത്തിന്റെ കഥയല്ല. അവസാന കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന 21ാമത്തെ നൂറ്റാണ്ട് ഫിത്നകളും ഫസാദുകളും പിടിച്ച നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട എന്നെ ഓർത്തുകൊണ്ട്, പാവപ്പെട്ട നിങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മുടെ ജമാഅത്തിലുള്ള താരിഖ് സ്വലാത്തിങ്ങളെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരുതിയിട്ടുണ്ടെങ്കിൽ എന്താ ആയത്തിന്റെ ഗൗരവത്തിന്റെ ഇറങ്ങിയിരുന്നറിയോ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത്ത വത്തബഹു ശഹവാത്ത് ഫസൗഫ യൽഖൂന ഗയ്യാ. ആയത്തിറങ്ങിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും. അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്, നിസ്കരിക്കാത്തവരാണെന്നല്ല, അവർ നിസ്കരിക്കാത്തവരാണെന്നല്ല, നിസ്കാരത്തിന് പാഴാക്കുന്നവരാണ്, ആ നിസ്കാരത്തിന് ഗൗരവം കൊടുക്കാത്തവരാണ്, നിസ്കാരത്തിന് മഹത്വം കൊടുക്കാത്തവരാണ്, തോന്നുന്ന ശല്യായി നിസ്കരിക്കുന്ന മനുഷ്യരാണ്. പണ്ടൊരു ഉസ്താദ് ഒറ്റ ഒരു 5 വക്ത് നിസ്കരിക്കുന്ന മസാല എങ്ങനെ ചോദിച്ചു. അപ്പൊ ഒരു കുട്ടി അഞ്ചിന് പറഞ്ഞാലോ എനിക്കറിയാം, എന്റെ ഉമ്മ ഒറ്റ ഒരു 5 വക്ത് നിസ്കരിക്കുന്നു. ഉസ്താദ് വിചാരിച്ച് ഭയങ്കര 24 മണിക്കൂർ മുസല്ലയിൽ ഇരുന്നിട്ട് ഭയങ്കര വിവാദത്ത് ഒന്നുതായ്മയാക്കുന്ന ഉമ്മയായിരിക്കും. നോക്കുമെന്ത് എല്ലാം ജമ്മു അങ്ങനത്തെ ഒരു ഞമ്മ ഓടിച്ചില്ല. ഞമ്മ യാത്രക്കാർക്ക് ജമ്മു തഹസീലിന്റെ ജമ്മു, തഖദീമിന്റെ ജമ്മു, അതുപോലെ തന്നെ വേറെ ഒരുപാട് ജമ്മുകളുണ്ട്. അതൊന്നും പറയേണ്ട വിഷയമല്ല. നമ്മുടെ കിതാബിന് കേട്ട് കേൾവിയില്ലാത്ത ജമ്മുകൾ ഒറ്റ
പോകുന്നു. മഗ്‌രിബാമ്പക്ക് പോയി, മഗ്‌രിബാമ്പ് പോയിട്ട് സുബഹി മുതൽ ളുഹർ അസർ എല്ലാം ഒറ്റ 10 മിനിറ്റ് എല്ലാം 17 റക്അത്ത് നിസ്കരിച്ച് തീർക്കുന്ന ഉമ്മമാർ, രക്ഷിതാക്കൾ. പണിക്ക് പോകുന്ന ആൾക്കാർ ആണ്, പെണ്ണുങ്ങളെ മാത്രം വരണ്ട. നമ്മളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാർ. പണിക്ക് പോകുന്ന സ്ഥലം ആര് പറഞ്ഞു പണിക്ക് പോയി നിസ്കരിക്കാൻ പാടില്ല? മുതലാളിയോട് പറയണം. മുതലാളിയോട് പണിയെടുക്കുന്ന സമയത്ത് പറയണം, ചോറ് കഴിക്കാൻ 1.5 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നില്ലേ? 1.5 മണിക്കൂറൊന്നല്ല, ഇപ്പൊ 1 മണി ബെല്ലടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എടുക്കാൻ കാക്കുന്ന പോലെ 1 മണി ആകുമ്പോ അപ്പൊ കൊട്ടുപിച്ചാൽ ബെൽച്ചറിച്ചിട്ട് വന്നിട്ടായി. എന്നിട്ട് 2:30 മണി 2:45 നമുക്ക് പറയാൻ കഴിയോ? നമുക്ക് പറയാം, പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മണിക്ക് വരണ്ടേ? 1.5-2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. ചോറ് തിന്നിട്ട് പോവാങ്ങനെ കടന്നുറങ്ങിയിട്ട് പണിയെടുക്കുന്നതല്ല. തടി ശുദ്ധിയില്ല. ആര് പറഞ്ഞ് തടി? ജനാപത്തായിട്ട് വന്നില്ല. ഞാനും ചങ്ങായി ചോദിച്ചു, തടി ശുദ്ധി ജനാപത്തായിട്ട് കുളിച്ചിട്ടില്ല അല്ല സാർ. അപ്പോ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഡ്യൂട്ടിക്ക് പോകുമ്പോ മുതലാളിനോട് പറയണം, നിസ്കരിച്ചിട്ട് എന്റെ പണി നടക്കൂ. ചോറ് വെച്ചിട്ടായിട്ട് നല്ല നിസ്കരിച്ചിട്ട് കുളിക്കാൻ സൗകര്യമെങ്കിലും കൈകാലൊക്കെ കരുകിയിട്ട് എന്ത് വേണം? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു കോമ നമ്മളായി പോകരുത്. അതാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ഇതാ മുഖറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ആയത്ത് കേൾപ്പിച്ചു, നിസ്കാരം പാഴാക്കുന്ന ഒരു സമൂഹത്തെ അതാ അവിടുന്ന് ഹയ്യെന്ന നരകത്തിലേക്ക് ഇട്ട് കരയുന്ന ഭയങ്കരമായ രംഗം ഞാൻ കണ്ടു. ഉമറുൽ ഫാറൂഖ് തങ്ങളതാ മദീനത്തെ റൗളാ ശരീഫിൽ ഇന്നും മഹാനായ പ്രവാചകർ കരയുകയാണ്. നമ്മുടെ പേരിൽ ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടോ? നിബിധങ്ങൾ കരയുന്നു. ഓരോ വെള്ളിയാഴ്ച രാത്രിയാകുമ്പോ ഉമ്മത്തീങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടുപോയി നിബിധങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മിത്തൂർ എന്ന ദാണ്ടിലൂടെ ഈ സിറാജുൽ ജമാഅത്തിന്റെ ഈ അംഗത്തിൽപ്പെട്ട ഇന്നാലിന്ന വീട്ടില് ഇന്നാലിന്ന ഒരു ആള് അല്ലെങ്കിൽ ഇന്നാലിന്ന ഒരു പെണ്ണ് ശുദ്ധിയുണ്ടായിരിക്കും നിസ്കരിക്കാതെ കിടന്നിറങ്ങിയവളാ. സുബഹിന്റെ വാങ്ങ് കേട്ടിട്ടും അവർ പള്ളി ജമാഅത്തിന് വന്നില്ല. വീട്ടിലെഴുന്നേറ്റ് കൊണ്ട് തലാഖ് നിസ്കരിച്ചില്ല. അവരെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുന്നു. നബി തങ്ങളെ കണ്ണുനീരിന് സാക്ഷിയായവർ നമ്മളായാൽ വർക്കത്തുണ്ടാവോ? ഉണ്ടാവോ? ഒരു ഉസ്താദിന്റെ കാര്യം, ഉസ്താദിന്റെ സാപ്പം കിട്ടി നിങ്ങൾ പേടിക്കുന്നില്ലേ? ഉസ്താദിന്റെ ആൾക്കാരെ പറയില്ലേ, അത് ഉസ്താദിന്റെ സാപ്പം, അവന് പണ്ട് ഒരു ആക്കിന്റെ സാപ്പം, ഉസ്താദിന്റെ സാപ്പം ഉപ്പുമാന്റെ സാപ്പത്തിന് പേടിക്കുന്നില്ലേ? റോഡിൽ പോകുമ്പോൾ ബെറ്റുന്നതായി, റോഡിൽ പോകുമ്പോൾ ബെറ്റ് ബന്ധത്തിന് പിടിച്ചിട്ട് കോൾ പിടിച്ച് 4 ഇട്ട് ഓനെന്താണ് ഒരു ആക്സിഡന്റ്. നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. വീടുണ്ടെന്ന് അറിയുമോ? ചില നാട്ടിലൊക്കെ ഉണ്ട്. റോഡിലെത്തൊരു ആക്സിഡന്റ് ആയാൽ മതി. ആക്സിഡന്റ് ന്യായം അന്യായം നോക്കണം, നാട്ടുകാർക്ക് സപ്പോർട്ട് എടുക്കണം. അല്ലെ, അതൊക്കെ അന്യായമാണ്. അന്യായമാണ് ചെറുപ്പക്കാരെ. വ്യക്തിയുടെ ന്യായം അന്യായം നോക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് നിയമപാലകന്മാരാണ്. ഇവിടുത്തെ നിയമപാലകന്മാരാണ്. എന്താ അതിന് കാരണം പറയുന്നത്? അന്യായമായി കണ്ടവരെ ശിക്ഷിക്കുന്നു. അല്ലേ, ഇപ്പോഴത്തെ ചില പോലീസുകാരൊക്കെ അങ്ങനെയാണ്. എന്തേ, കാരൊന്നും നോക്കൂല, എന്താണെന്ന് ന്യായമൊന്നും നോക്കൂല. പറഞ്ഞ പാടാന്റെ കയ്യിലുള്ള ദൊണ്ണയിൽ 4 ഇട്ടിട്ടാണ് സംസാരിക്കുക. അതിന് മക്കത്ത് പോയി നോക്കണം. ഗൾഫ് രാജ്യങ്ങൾ അറബികളെ പോലീസുകൾ പോയില്ലേ, പോയവർക്കറിയാം എത്ര വലിയ മഹാപ്രതി കൊള്ളക്കാരന് 40 ആളെ കൊന്ന കൊലയാളിനെയും പോലീസ് പിടിച്ചാൽ റാഹത്തിന് സലാം പറഞ്ഞിട്ട് കയ്യിൽ വെള്ളത്തിന്റെ കുപ്പിയുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കുപ്പിയിലെ കുടിക്കാൻ തരും. നല്ല റാഹത്താണ്. അതാണ് ഇസ്ലാമും മറ്റുള്ള മതത്തിന്റെ ആളുകളുടെ സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് ന്യായം നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. അന്യായമായിട്ട് ഒരാൾക്ക് മർദ്ദിച്ചു, മർദ്ദിതന്റെ ദുആക്ക് അല്ലാഹുവിന്റെ ഒരു മറയില്ല. വളരെ കാലത്തോടെ മനസ്സിലാക്കണം. ഒരാൾ വെറുതെ ആക്രമിച്ചു, വെറുതെ ഒരാൾക്ക് ഉപദ്രവിച്ചു, ജാഗന്റെ വിഷയത്തിൽ, സ്വത്തിന്റെ വിഷയത്തിൽ ഓടി വെച്ചിട്ട് കമ്പൗണ്ട് കെട്ടുന്ന സമയത്ത് റോഡ് കൊടുക്കുന്ന വിഷയത്തിൽ പ്രശ്നമായി. അങ്ങനെ എന്താ കൊടുത്തിട്ട് അവസാനം കേസ് കുൽമാനായിട്ട് ആകെ എല്ലാ കുടുംബത്തിനാകെ ബ്ലോക്ക് ആക്കി നടക്കും. അതിൽ ന്യായം ഉണ്ടാവും, അന്യായം ഉണ്ടാവും അല്ലെ? അങ്ങനെ ന്യായമില്ലാതെ അന്യായമായിട്ട് ഒരുത്തന അതിൽ കണ്ണുനീർ ഒളിപ്പിച്ചിട്ട് അല്ലാഹുവിനോട് അവർ ദുആ ചെയ്താൽ പഠിച്ചവരെ കൊടുക്കണേ, അവനിക്ക് നീ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അവന്റെ ദുആക്കും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. മർദ്ദിതന്റെ മദ്ലൂമിന്റെ ദുആയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി. മർദ്ദിതന്റെ ദുആ സൂക്ഷിക്കേണ്ടതാണ്. ഒരാളെ വെറുതെ ആക്രമിച്ചാൽ ഓൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ബാലക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ മാതിരി. ആ കയ്യൂക്കുള്ളവൻ ഞാൻ പിടിച്ചിട്ട് 4 കോളർ പിടിച്ച് 4 അടി വെച്ചു കൊടുത്ത് ഓനെന്ത് ചെയ്തില്ല, കേസ് കൊടുത്തില്ലെന്ന് നോക്കില്ല. ഓൻ പള്ളിയിൽ വന്നിട്ട് 2 നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു. ഓൻ ചിലപ്പോൾ ഓൻ ഇതിനായിട്ട് പറഞ്ഞ തമ്മാടിയായിരിക്കും. പക്ഷേ ആ തമ്മാടിത്തരമല്ല ഇവിടെ വിഷയം. അവൻ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? അക്രമിയുടെ ദുആ വളരെ ഏറെ സൂക്ഷിക്കേണ്ട വിഷയമാണ്.
ആരെയും ആക്രമിച്ചു പോകരുത്. വാക്കുകളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്, ചിന്തകളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അവന്റെ അധികാരം കൊണ്ട് ഒരു മനുഷ്യനെയും ആക്രമിക്കാൻ പാടില്ല. അക്രമം നിങ്ങൾ നാളെ ലോകത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഖിയാമത്ത് നാളിൽ അവൻ ഇരുട്ടായിരിക്കുന്നവർക്ക്. അതുകൊണ്ട് നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുനീരിന് സാക്ഷിയായവന്റെ അവനിക്ക് ശാപം അവന്റെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവോ? നിസ്കരിക്കാത്തവനോട് ഞാൻ പണ്ട് ഇന്നും എനിക്ക് ഓർമ്മ വരുന്നു. പണ്ട് ദർസിലുള്ള സമയത്ത് ഒരു ദിവസം വെള്ളിയാഴ്ച ഉസ്താദ് മുത്താരികൾ പാങ്ങല ഉറങ്ങുന്ന ഉസ്താദ്മാർക്കറിയാം. കാരണം അന്ന് സബത്തൊന്നും ഉണ്ടാവില്ല. അന്ന് നല്ല പാങ്ങല സ്വയം സ്കെച്ചിട്ട് വന്നിട്ട് ഉറങ്ങുന്ന സമയം. അങ്ങനെ എന്തായി ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ അനുഭവം പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ റിസ്ക് പണിക്ക് കൊടുത്തിട്ട് ശമ്പളം കിട്ടിയിട്ട് എന്റെ തേയുന്നില്ല എത്തുന്നില്ല. കാൽക്ക് വെച്ചെങ്കിൽ തലക്കെത്തുന്നില്ല, തലക്ക് വെച്ചെങ്കിൽ കാൽക്കെത്തുന്നില്ല. എന്റെ പണ്ട് ഉസ്താദന്മാരെ പറ്റി പറയും. ഉസ്താദന്മാരെന്ന് പറയുമ്പോൾ ഉസ്താദ് നിങ്ങൾക്ക് ബർക്കത്തുണ്ടല്ലേ? ഉസ്താദന്മാർക്ക് റിസർവ് ബാങ്കിൽ വേറെ പൈസ ഇറക്കില്ല. അത് അങ്ങനെയുണ്ടോ? നമുക്ക് നിങ്ങൾക്ക് തരുന്ന അതേ 5 നോട്ടല്ല നിങ്ങളെ കയ്യിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് കൈ കിട്ടുന്നത് അല്ലെ? നമുക്ക് അത്ര തന്നെ. പണ്ടത്തെ എന്താ ഉസ്താദിന് ബർക്കത്തുണ്ട്. എപ്പോഴും കമ്മിറ്റിയിൽ പ്രശ്നമാക്കുന്നത് ശമ്പളം കൊടുക്കുമ്പോൾ എന്തായി പ്രശ്നം, ഇത് ഭയങ്കര പ്രശ്നം, കൂട്ടാൻ പാടില്ല. അങ്ങനെ ബർക്കത്തുണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെ എന്തായി പിറ്റേ ദിവസം മീൻ കച്ചവടക്കാരനാണ്. അങ്ങനെ ഉസ്താദ് പോലെ തേടിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ 1000 മീൻ വാങ്ങിയിട്ട് 200 കൊടുത്തു. 200 ആണോ? അത് ബർക്കത്തിന്റെ പൈസ വെച്ചോ. അത് വർഗത്തിന്റെ പൈസ. നിങ്ങൾക്കും മീനിന് കിട്ടുന്നു 1000 മീൻ, നിങ്ങൾക്കും 1000 കൊടുക്കണം, ഞങ്ങൾക്കും 1000 കൊടുക്കണം. ഉസ്താദന്മാർക്ക് ബർക്കത്ത് കിട്ടുന്നതിന് മൈന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ തക്കയും ഈമാനും നമ്മളതായിരിക്കുന്ന ആ ഒരു സൂക്ഷ്മത കൊണ്ടല്ല. എന്തിനും സ്വയം കൃത്യമായി നിസ്കരിക്കുന്നല്ലോ. നിസ്കാരം ഒന്ന് കൃത്യമായി. അങ്ങനെ ഉസ്താദ് അങ്ങനെ എന്താ എഴുന്നേറ്റ് നോക്കുമ്പോൾ 9:45 നാഷ്ടയില്ല. പഴയ കാലത്തൊക്കെ പര പോയിട്ട് നാഷ്ടാക്കുന്നല്ലോ മുത്താലിമിങ്ങൾ. അങ്ങനെ എന്തായി നാഷ്ടയിലാകെ ബേജാറായി. അങ്ങനെ ഉസ്താദിന്റെ എത്തി. ഉസ്താദ് പറഞ്ഞ് നീ ഇന്ന് എത്ര മണിക്ക് ഉറങ്ങിനെന്ന്? ഞാൻ പറഞ്ഞു സഭയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ വന്നുറങ്ങിയതാ. റിസ്ക് കാരണം സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല എന്നാണ്. സഭയിൽ നിസ്കരിച്ചെങ്കിലും നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നവനെ സൂക്ഷിക്കണം. അങ്ങനെ ചില പേരേല് പുര കൊടുക്കുമ്പോ ഇടയില്ലപ്പാ. നമ്മൾ മുമ്പുള്ള നാട്ടിലൊക്കെ നമ്മൾ സഭയിൽ നിസ്കരിക്കാത്ത പരക്കാരെ ഞങ്ങൾ മനസ്സിലാക്കുന്ന പല കുടിക്ക് സുബീക്ക് നിസ്കാരം കഴിഞ്ഞവര് ഉസ്താദിന്റെ പുരസ്കാരം കൊണ്ടോ. അപ്പൊ ഏതെല്ലാം പരയിൽ സിസ്റ്റം ലൈറ്റ് ഓഫ് ആക്കിയില്ല. ആ പരയിൽ സംസ്കരിക്കുന്നതാണ് ഞങ്ങൾ കൂട്ടല്. അങ്ങനെ പറ്റുന്ന വെള്ളിയാഴ്ച വേറെ പറയലില്ല. കാരണം ചില പരയില് 7 മണിയായിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. ലൈറ്റ് ഓഫ് എഴുന്നേറ്റങ്ങളെ ലൈറ്റ് ഓഫ് ആക്കുന്നത്. സിറ്റൗട്ട് കൂടി കമ്പൗണ്ടിട്ട് ലൈറ്റ് എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നാളെ ഇപ്പൊ വേല കണ്ടവർ ആരെങ്കിലും പറയില്ല സിറ്റൗട്ട് ലൈറ്റ് കണ്ടെങ്കിൽ നിസ്കരിക്കാത്തവർ മാർക്കിടും. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്താക്കണം, നിസ്കരിച്ചില്ലെങ്കിലും 6 മണിക്ക് ലൈറ്റ് ഓഫ് ആയിക്കോണ്ട്. റിമാർക്ക് വരുന്ന വേണ്ടാൽ റിമാർക്ക് വന്നെങ്കിൽ ഭയങ്കര ഡേഞ്ചർ. ഒന്നിന് വേറെ ദോഷം വന്നാൽ അത് ഖിയാമത്ത് നാളോളം പോകുന്നില്ല അല്ലെ? പണ്ടത്തിന് ഒസ്സാന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി. ഒസ്സാന്ന് പറഞ്ഞാൽ അറിയോ? ഈ സുന്നത്താക്കുന്ന ആള്. അങ്ങനെ ഓനെല്ലാവരും ഒസ്സാന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓനെന്തായി പൈസ ആക്കി. കാരണം ഈ പേര് പോക്കണമെന്ന് വിചാരിച്ചിട്ട് ഓൻ വക്കത്തേക്ക് പോയി. കാരണം ആചാരെന്ന് വിളിക്കുമല്ലോ, പിന്നെ പേര് പോകുമല്ലോ. അങ്ങനെ അജിന് പോയിട്ട് വന്നിട്ട് എയർപോർട്ടിൽ കഴിഞ്ഞിട്ട് പോകാറുണ്ട്. ഒസ്സാജിതാക്കി. കാരണം പേര് കാരണം മനുഷ്യന്മാരുടെ ഇടയിൽ ഒന്ന് വന്നാലത് പോകില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നുസ്താദ് പറഞ്ഞു നീ സുബഹി നിസ്കരിച്ചിട്ട് റിസ്ക് കണക്കാക്കുന്ന സമയം സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഉറങ്ങാൻ പാടില്ലെന്നാണ്. അത് റിസ്ക് വിശാലമായി അല്ലാഹു കണക്കാക്കുന്ന സമയം. ആ സമയത്ത് ഉറങ്ങിയത് കൊണ്ട് നിനക്കിന്ന് നാഷ്ടമില്ല, മരിക്കുന്നത് വരെ നീ ഓർമ്മ വെച്ചോ. നീ സുബഹി നിസ്കരിക്കുന്ന സമയത്ത് സൂര്യോദയത്തിന്റെ സമയത്ത് ഉറങ്ങിന് നിന്റെ അന്നത്തെ ദിവസത്തിൽ ബർക്കത്തുണ്ടാവില്ല. അത് ഇന്നും നമ്മൾ ഓർക്കുന്നു, ഇന്നും നമ്മൾ ഓർമ്മ വരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വീട്ടിൽ ദാരിദ്ര്യമാണ്, പ്രയാസങ്ങളാണ്. എന്റെ ഉസ്താദിന് കിട്ടുന്നതിന് 3 ഇരട്ടി ശമ്പളം ഉണ്ടാവും. എന്റെ ഉസ്താദന്മാരെ പോലെ ജീവിക്കാൻ കഴിയാത്തത് നമ്മളിപ്പോ ഉണ്ടാവും. നമ്മൾ ഫഖർ പറയാണ്, നമ്മുടെ പേര് വൈശ്യങ്ങളും നമ്മൾ ഇന്ന് വൈശ്യക്കാരെ പോലെ ധനാഢ്യന്മാരെ പോലെ മുതലാളിമാരെ പോലെ ജീവിക്കാൻ കഴിയുന്നല്ലേ? ഇസ്സത്തോടെ കൂടെ ജീവിക്കുന്നു. ഏത് നിലക്കും നമുക്ക് പ്രയാസങ്ങളുണ്ട്. നമ്മളെ കയ്യിൽ നമ്മുടെ ഉസ്താദ് പണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. ഉസ്താദ് ദർസ് വിട്ടിട്ട് കോളേജ് വിട്ടിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ എന്ത് വേണം, 100 രൂപ ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചില്ല അങ്ങ് മോശമില്ല, നല്ല ഡ്രസ്സ് ഇട്ടണം മക്കളെ, നല്ല ഡ്രസ്സ് ഇട്ട്. കാരണം ഉസ്താദന്മാരെ കണ്ടാൽ നല്ല പറക്കത്ത് അന്നൊക്കെ അത് കിട്ടും. എങ്ങനെ? സുബഹി നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. നിസ്കാരത്തിന്റെ കാലം വളരെ കൃത്യതയോടുകൂടെ നിർവഹിക്കണം. പുറയിൽ മഹാന്മാർ പറയുന്നു, ഉദാഹരണത്തിന് ഹൈലോനിവാസമുള്ള പെണ്ണുങ്ങൾ അശുദ്ധിയുള്ള സമയത്ത് അവർക്ക് നിസ്കാരമില്ല. ആ സമയത്ത് പോലും അവർ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവർ ഉറങ്ങരുത്, രാവിലെ വേഗം എഴുന്നേൽക്കണമെന്നാണ് ഫുഖഹാ മസ്അല പറഞ്ഞു തരുന്നത്. കാരണം ആ സമയത്താണ് അവരുടെ കുടുംബത്തിലേക്ക് വരുന്ന റിസ്കിന്റെ വഴി അല്ലാഹു തുറക്കുന്നത്. മാത്രമല്ല ചെറിയ കുട്ടികളുണ്ടാവും പുരയില് അല്ലെ? ചെറിയ കുട്ടികളുണ്ടാവും, 7, 8, 10 വയസ്സായ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് അറിയില്ല ഉമ്മാക്ക് അശുദ്ധിയുള്ളത് കൊണ്ട് നിസ്കരിക്കാനാവാത്ത സമയമാണെന്ന് അവർക്കറിയില്ല. അപ്പൊ ഈ കുട്ടികൾ ഇതിനെ കണ്ടിട്ട് പഠിക്കും, പഠിച്ചോനെ എന്റെ ഉമ്മ നിസ്കരിക്കലില്ലാലോ, ഇത് കണ്ടിട്ട് കുട്ടികൾ ശീലമാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരെ സൂക്ഷിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ
ഫുഖഹാ പറഞ്ഞു തരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ഒരു രംഗം നിസ്കരിക്കാത്തവരെ ഓർത്തിട്ടാണ്. ഈ മിത്തൂർ ജമാഅത്തിൽ ഏതെല്ലാം വീട്ടിൽ നിസ്കരിക്കാത്ത ബാല്യക്കാരുണ്ട്, നിസ്കാരം കളാക്കുന്ന ബാല്യക്കാർത്തികളുണ്ട്, ഏതെല്ലാം വീട്ടിൽ താരിഖ് സ്വലാത്തിങ്ങളുണ്ട്, അവരെ കാര്യത്തിൽ ഇന്നും മദീനത്തെ റൗദാ ശരീഫിൽ നബി തങ്ങൾ സംഘടനത്തിന് നമ്മളെ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും നമ്മളെ സ്നേഹിച്ച നേതാവാണ്. അന്ത ഉമ്മൻ അബു മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع المبتعي والحبيب العربي എന്താ പറഞ്ഞത്? തങ്ങൾ ഞങ്ങളുടെ ഉപ്പയാണോ ഉമ്മാണോ? അല്ല, അവർ രണ്ടാളിലും തങ്ങളോട് തങ്ങൾക്ക് ഞങ്ങളോടുള്ളത് പോലത്തെ കാരുണ്യത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്ന് പാടിയ മഹാൻ ആ നബി തങ്ങൾ ഉമ്മത്തിങ്ങൾ അത്തരത്തോടെ സ്നേഹിച്ച നേതാവാണ്. ആ നേതാവിലേക്ക് ബേജാറാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുനീരിന് കാരണം നിസ്കരിക്കാത്തവരാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാണോ പെണ്ണോ ചെറുതോ വലുതോ ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, നിസ്കാരം കൃത്യമായി നിർവഹിച്ചോ. പള്ളിയിലേക്ക് ജമാഅത്തിന് കഴിയുമെങ്കിൽ ജമാഅത്തിന് തന്നെ വന്നോ. ജമാഅത്തിലേക്ക് വന്ന വേറെ ഫോട്ടോ ഉണ്ട്. കുറെ ആൾക്കാർ, പുതിയ ആൾക്കാർ പള്ളിക്ക് വന്ന് തമാശാക്കുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത് എന്നോട് ചങ്ങായി പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്ത് വന്നു ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് പോകുന്നില്ല, ഞാൻ പള്ളിക്കല്ല പോകുന്നത്, നാട്ടിലെ ടൗണിലേക്കെല്ലാം വാങ്ങി ജമാഅത്തിനെല്ലാം പറഞ്ഞു, ടൗണിലേക്കെല്ലാം വാങ്ങി പള്ളിക്ക് ജമാഅത്തിന് കൃത്യമായി വന്നു, ജമാഅത്തിന്റെ പള്ളിക്ക് വരുന്നില്ല. എന്താ കാരണം? ഓന് ഏതോ ഉസ്താദിന്റെ ബാല് കേട്ടിട്ട് പള്ളിക്ക് പോയി. പള്ളിക്ക് പോയിട്ട് നമുക്ക് അപ്പുറത്തിരുന്ന രണ്ട് തൊണ്ടന്മാർ ഇങ്ങനെ എണ്ണുന്ന സാധനം സിബാക്കല്ല ചെന്ന ടീമുണ്ടാവും. സുബാനല്ല സിബാക്കല്ല ഇത് എണ്ണുമ്പോ ഇവിടെ തസ്മിന്റെ മാല എണ്ണ മാറിയിട്ടുണ്ട്. ആരാണ് കൈപ്പറ്റി ചെല്ലുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ പ്രായമുള്ള ആള് നമ്മുടെ നാട്ടിലുണ്ടെന്നല്ല, ഉണ്ടെങ്കിൽ അവർക്കായി, ഇല്ലെങ്കിൽ ഉള്ളവർക്ക് കൊല്ലണമല്ലോ, ഉണ്ടെന്നുള്ളവർക്ക് അവർക്ക് താണ്ടണോ, അവർക്ക് കൊണ്ടാണോ. അതുകൊണ്ട് അങ്ങനെ എന്തായി ഓന് പള്ളിക്ക് നമുക്ക് അപ്പുറത്തേക്ക് പറഞ്ഞ അത്ര ഓനെ പുതിയ ഇസ്ലാം വന്നേരാ, ഓനെന്തോ പുതിയ ഓന് ദീനിലേക്ക് വന്നിരുന്നത്, ഓനെന്തോ ബോധോദയം കിട്ടി. അന്ന് ഓൻ നിസ്കരിച്ച് സ്ഥലം വേണ്ടി പോയത് രണ്ടാമത് ആ പള്ളിക്ക് വന്നിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പുതുതായിട്ട് പള്ളിക്ക് വന്നെങ്കിൽ ഓനെ വെൽക്കം ആക്കണം. മാഷാ അല്ലാഹ്. ഇപ്പൊ ഗൾഫ് നില മന്ത്രി കുറെ തുടങ്ങി മാസാ ചില മാഷാ നല്ല ബോധം. ഇന്ന് പള്ളിക്ക് വന്നാൽ എപ്പോഴും വാ, നമുക്ക് ഒന്നിച്ചിട്ട് പള്ളിക്ക് വാ എന്നെ ഓനെ പ്രശംസിക്കാം. വളരെ റാഹത്തായി, നീ പള്ളിക്ക് വന്ന കണ്ടപ്പോൾ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഓനൊരു ചായ വാങ്ങിക്കൊടുത്തെങ്കിൽ ഓന്റെ മനസ്സിന് വല്ലാത്ത സ്നേഹം ഈ ആജിയാരോട്. പിന്നെ ആജിയാരെ കാണാൻ വേണ്ടി പള്ളിക്ക് വരും. ഇതാണ് മോമിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ മറ്റുള്ളവരെല്ലാവരെയും കുറവാക്കി പറയാം. ഈ ഒരു സ്വഭാവം കൊണ്ടല്ലേ നമ്മുടെ കുടുംബം നന്നാവാത്തത്. നമ്മൾ ആരും ലൈക്കാക്കാത്തന്നെ, നമ്മുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ട്. നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. ലോകത്താരെയും നമ്മളെ വെറുക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശത്രുക്കൾ പോലും പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു നേതാവ് മക്കത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചു, മുഹമ്മദ് നബിയാണോ അല്ലേ എന്ന് ശത്രുക്കളോട് ചോദിച്ചപ്പോ ശത്രുക്കൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മുഹമ്മദിന്റെ നബുവത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും നബി ആണെങ്കിൽ, ഒറിജിനൽ നബി തന്നെ ആണെങ്കിൽ ആവാൻ പറ്റിയ ആള് മക്കത്ത് മുഹമ്മദേ ഉള്ളൂ. ആരാ പറഞ്ഞത്? ശത്രുക്കൾ പോലെ അവരെ നാട് കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. ആ ശത്രുക്കൾ പോലും പറഞ്ഞു, മുഹമ്മദോറും ഇവിടെ പ്രശംസിക്കപ്പെടുന്ന അൽ-അമീനായ സ്വാദിക്കായ ഒരാൾ ഈ മക്ക ഭൂമിയിൽ ഈ അറബ് ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവം കണ്ടിട്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഒരു സഹാബി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളൊരു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ ഭക്ഷണത്തിൽ മുടി കിട്ടി. എന്താ പറയും? ടിഫിൻ ചോറിൽ മുടി കെട്ടിയൊക്കെ പോയത്, മുടി കെട്ടി ടിഫിന്റെ മറ്റേ കയറി അല്ല, പിന്നെ ചോറും ഇല്ല പ്ലേറ്റും ഇല്ല. എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുടി കിട്ടി ഇങ്ങനെ എടുക്കുന്നത് സ്വഹാബത്ത് കണ്ടു. ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് ഉസ്താദിന്റെ ദുആ കിട്ടൂ എന്ന് പറഞ്ഞിട്ട് ആരും മുടി കിട്ടി കിടത്തിരുന്ന ജാഗ്രതയാക്കണം. ചില സ്ഥലത്ത് അങ്ങനെ മുടി കിട്ടും. കാരണം അത് ഉമ്മമാരുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം കഷ്ടപ്പെട്ടിട്ട് തരത്തിൽ, കാരണം ഈ ധൃതി കൊണ്ട്, കാരണം ഈ വെപ്രാളത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല. പരക്കാർ ഉസ്താദിന്റെ ചോറ് എന്തെങ്കിലും നല്ലാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൊണ്ടുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വയം മുടിനെ ഇങ്ങനെ എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയിരിക്കാണ്, പഠിച്ചോനെ എന്തായിരിക്കും നബിതങ്ങളുടെ പ്രതിവിധി, എന്റെ മൊത്തവരോടെങ്കിൽ അപ്പം തന്നെ ഈ ഏത് ഹലാക്ക് പിടിച്ചോന്റെ തലേന്ന് വന്നേന്ന് നമ്മൾ പറയാം അല്ലെ. നമ്മുടെ സ്വഭാവം അങ്ങനെ എന്തൊരു ഭാഷയില്ലാത്ത നമ്മൾ ചീത്ത പറയും. അള്ളാന്റെ റസൂൽ മുടിനെ ഇങ്ങനെ നോക്കിയാ അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് പറഞ്ഞു. അല്ലാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അവൾ അല്ലാഹു സൗന്ദര്യം കൊടുക്കട്ടെ എന്ന് നബിതങ്ങൾ ദുആയിരുന്നു.
സ്വഹാബത്ത് പറയുന്നു, ആ സ്വഹാബി ആ മുടി ആരതാണെന്ന് കണ്ടുപിടിച്ചു സ്വഹാബത്ത്. ഇത് ഏത് തലയെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വഹാബത്ത് കണ്ടുപിടിച്ചിട്ട് 93 കൊല്ലക്കാലം ആ സ്വഹാബി ജീവിച്ചു. എന്നിട്ട് ഒരൊറ്റ മുടി താടിയുടെയോ ഒരൊറ്റ ഒരു രോഗം നരച്ചില്ല, ഒരൊറ്റ ഒരു മുടി നരച്ചില്ല. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ആ സ്വഭാവം കണ്ടുപിടിക്കും. ഇത് കണ്ട സ്വഹാബത്ത് ഇസ്ലാമിലേക്ക് വന്നത് നമ്മൾ വിചാരിക്കുന്നു ഇന്നത്തെ അത്യാധുനിക ലോകത്ത് ജീവിക്കുന്ന ഇസ്ലാമേതര വിശ്വാസ നാടുകൾ നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ 1.5 കണ്ടവർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. നബിതങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മളെ കണ്ടിട്ട് എല്ലാവരും നീ ഇന്ത്യക്കാരനല്ല, നീ ആ രാജ്യക്കാരനാണ്, ഈ രാജ്യക്കാരനാണ്, നീ ആടെ പോടാ ഇവിടെ പോടാ എന്ന് പറയുന്നത് നമ്മളും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ ജീവിതവും ഇസ്ലാമും വേറെ, ദീനും ഇസ്ലാമും വേറെ. ആകെ ദീനിനെ ഫോളപ്പാക്കുന്ന എപ്പോ? രണ്ട് സമയത്ത്. എപ്പോ അറിയോ? ഒന്ന് പുതിയാപ്പള നിക്കായി ഇരിക്കുന്ന സമയത്ത് മാത്രം. പുതിയാപ്പള ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹോളിൽ വന്നിട്ട് ഞാൻ കൂട്ടത്തിൽ കുറെ ഉസ്താദന്മാരുണ്ടോ, പുതിയാപ്പളുടെ പെണ്ണിന്റെ ഉപ്പ വന്നിട്ട് അതുപോലെ പുതിയാപ്പള വന്നിട്ട് കെപ്പും ഇങ്ങനെ ഞാൻ നോക്കലില്ല. ഞാൻ മൊബൈൽ നോക്കിയിട്ട് കപ്പലത്തിലിരിക്കും. നമുക്കറിയാം നാളെ ഇവരെ അങ്ങോട്ടും അറിയാം. ഓനെ ഈ ജീവിതത്തിൽ കിബിരന്റെ ഭാഗത്തേക്ക് ഇരിക്കാതെ കിബിരന്റെ ഭാഗത്തേക്കല്ല ഏത് ഭാഗത്തേക്ക് ഇതിനെന്ത് കാര്യം ഓന്ന് സ്വഭയിച്ചിട്ടില്ലെങ്കിൽ ഓന് ഏത് കിബിരന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് ചില ആൾക്കാർ കാരണവന്മാർ വരെ പൊടിയെന്നോട്ട് വന്നിട്ട് ഞാൻ അവിടെ തീരാം. വയസ്സായി എണിക്കാൻ കഴിയാത്ത വേച്ച് നടക്കുന്ന പെണ്ണിന്റെ ഉപ്പ കഷ്ടപ്പെടുന്ന 4 ആൾ കൊടുത്തിട്ട് ഇട്ടില്ല. ഓരോ പുതിയ ആളുടെ ടീം വന്നിട്ട് വേണ്ടിപ്പിച്ചിട്ട് അപ്പുറം ഇരിക്കുന്നു. ഇതൊന്നും നല്ല സ്വഭാവമല്ല. ഇതൊന്നും ഒരു മാന്യതയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവമല്ല. അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വളരെയേറെ നമ്മൾ സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെ ആ ഒരു സമയത്ത് ഇബ്നന്റെ ഭാഗം മാത്രം നോക്കും. ഇബ്നെല്ലാം കഴിഞ്ഞിട്ട് അത് നിക്കാലം കഴിഞ്ഞിട്ട് റബ്ബില്ലാഹി വരുമ്പോ പിന്നെ ഉസ്താദിനെ കൊണ്ട് ആക്കി വളാണ് എന്തിനി എന്തായാലും ഉസ്താദിന്റെ വേഗം വിട്ടുവാന്ന് ഓടത്തി നാട്ടിലേക്ക് വിടുന്നേ. അവിടെ ഉസ്താദിനെ വിട്ടുവാന്ന് വിചാരിക്കണം. ഉസ്താദ് നാട്ടുകാർക്ക് ആകെ ഭാരായി ഇവിടെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ മരുഭൂമിയിലേക്ക് വിട്ടുവന്നു. ഉസ്താദിനെ വിട്ടുപോകാൻ എന്റെ ഉസ്താദ് പോയെങ്കിൽ നമ്പറാട്ടം തുടങ്ങാനാന്നേ. അവിടെയാണോ ദീന? അവിടെ മാത്രമാണോ ദീനുണ്ടാകേണ്ടത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വളരെയേറെ ദീന് സൂക്ഷിക്കുന്ന ഒരു വിഷയം, മരിച്ചിട്ട് ഉപ്പ മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ച് കുടുംബത്തിലുള്ള മരിച്ചെങ്കിൽ മയ്യത്തിനെ എങ്ങനെ കിടത്തണമെന്ന് പോലെ അറിയാം. മയ്യത്തിനെ എങ്ങനെ കിടത്തണം? അപ്പൊ വേഗം 2 മണിക്ക് ചാവ് കുടിച്ചിട്ട് മുക്കരിക്കാരെ വിളിക്കുന്നു. അതിന്റെ മുക്കരിച്ച ഫോൺ എടുത്തില്ലെങ്കിൽ ആകെ ഗുൽമാർ എന്താ 2 മണിക്ക് ചാവുമ്പോൾ നമുക്ക് ഉറങ്ങണ്ടേ? എനി വന്നിട്ട് ഡോറെല്ലാം മുട്ടിട്ട് വിളിച്ചിട്ട് എന്തായി മാനവീയത്തെ കൊണ്ട് നമ്മൾ വരും. അത് മാനകാര്യം. ഫോൺ എടുത്തില്ലെങ്കിൽ എന്താ നിങ്ങൾ ഫോൺ എടുക്കാൻ ഉറങ്ങാൻ വന്നില്ല. പിന്നെ 2 മണിക്കല്ലാതെ കാത്തിരുന്ന് ഗുണ്ടാസില്ല അവരെ നമുക്ക് പള്ളിയിൽ ആൾക്കാർ കേൾക്കുന്നത് ഉറങ്ങണില്ല. ഉറങ്ങാനും സമയമില്ലേ? ആ സമയത്ത് ഉറങ്ങണ്ടേ? അപ്പൊ ഓനെ അറിയണം എങ്ങനെയാണ് മയ്യത്തിനെ ജീവിതത്തിൽ സുന്നത്തായ ശൈലിയിൽ കിടക്കുന്നവർക്ക് അറിയണേ എങ്ങനെയാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. ആ സമയത്ത് മാത്രമാണ് ഓന് സുന്നത്തായ രീതിയിൽ കിടക്കേണ്ടത്. ഫുൾ ടൈം ഇസ്ലാം അനുസരിച്ച് കൊണ്ടല്ലേ അവന് കിടക്കേണ്ടത്. രാത്രി കിടക്കേണ്ടത് മരണത്തിന്റെ കൂട്ടുകാരനാണ് ഉറക്ക് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ ഈ മരണത്തിനെ ഓർത്തുകൊണ്ടാണ് ഉറങ്ങേണ്ടത്. നീ മരിക്കാൻ കിടക്കുന്ന പോലെ മലർന്നു കിടന്നിട്ടോ അല്ലെങ്കിൽ നീ വലതുഭാഗത്ത് മേൽ ചെരിഞ്ഞു കിടന്നിട്ട് ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫുഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദത്തുസ് സാലിഹീൻ. ഇത് മദ്രസയിൽ പഠിച്ചതിന് 8ാം ക്ലാസ് 7ാം ക്ലാസ് കഴിയുമ്പോൾ ആടെ വെട്ടി ആടെ പള്ളിയിലെ കമ്പൗണ്ടിൽ വെട്ടി. പിന്നെ 2ാമതിനെ റീ ഓപ്പൺ ആക്കുന്നപ്പോ പെണ്ണ് കെട്ടിട്ട് ബേസായിട്ട് 4 മക്കളിലായിട്ട് മക്കത്തേക്ക് പോയിട്ട് ആചാറായിട്ട് വന്നിട്ട് സുറൂന്നൊരു ഇസ്ലാം വന്നിട്ടുണ്ട്. സുറൂന്നൊരു മക്കത്തേക്കല്ല പോയിട്ട് വന്നിട്ട് ഒരു 55 വയസ്സാകുമ്പോൾ കടക്കാൻ പഠിക്കുന്നത്. ഇത് മദ്രസയിലും 3ാം ക്ലാസ് മുതൽ അങ്ങോട്ട് പഠിപ്പിച്ചില്ലേ? ആ സുന്നത്തനുസരിച്ച് നീ കടന്നാൽ നിന്റെ ജീവിതത്തിൽ എത്ര ബർക്കത്തുണ്ടാവും, എത്ര സന്തോഷം ഉണ്ടാവും, എത്ര റാഹത്തുണ്ടാവും. നല്ല ഉലൂഹോടുകൂടെ കിടക്കണം. ഇത് സുന്നത്തായ ശൈലി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ബന്ധപ്പെടുക്കണം. 2ാമത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2ാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ 2ാമത്തെ ഒരു ഘട്ടമുണ്ട്. ഇത് ഉമ്മമാർ കേൾക്കേണ്ട വിഷയമാണ്, ഗൗരവത്തോടെ കേൾക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലമ്മാ ഉരിജ ബിഹി ഇലസ്സമാ ഇത്തലഉൽ ജന്നത വന്നാറ റഅയ്തുൽ ജന്നത അക്ബറ അഹ്ലിൽ മുഖറാ ورأيت النار أكبر أهل النساء ورأيت نساء من أمتي يغلي دماؤها لا تغطي شفرها عن الرجال الأجانب.
അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്രയും ഉമ്മമാർ നമ്മൾ വന്ന് കേൾക്കുമ്പോൾ ഉമ്മമാർക്ക് അവസാനമായിട്ടൊരു വസിയത്താണ് എൻ്റെ മകൻ. കൊടാചരത്തെ ഉസ്താദിന്റെ വാത് കേട്ടിട്ട് എന്ത് പഠിച്ചെന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാകണം. ഇനി ഈ വാത് കേട്ടിട്ട് നിങ്ങൾ പഴയതുപോലെ നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച മംഗളത്തിന് പോകുമ്പോൾ ഈ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഹൃദയത്തിൽ ഈമാനില്ല, ബാറ്ററി ഇല്ലാതെ സെല്ല് പോയിരിക്കണം. ഇൻവെർട്ടർ ചാർജ് ആയി 12 മണിക്കൂർ ചാർജ് ആക്കിയിട്ട് ഒരു ഫാൻ ഇട്ടിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ ഓഫായെങ്കിൽ എന്താക്കണം? സെല്ല് മാറ്റണം. എന്തെങ്കിലും ഒരു 24 മണിക്കൂർ 12 മണിക്കൂർ ചാർജ് ആക്കിയിട്ടാകുമ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും നിൽക്കണ്ടേ? സെല്ല് മാറ്റണം. സെല്ല് മാറ്റണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ഈമാൻ റീചാർജ് ആക്കണം. അത് എടുത്ത് കിട്ടും. മൊബൈലിന്റെ പണിയിൽ പോയിട്ട് ഉസ്താദ് 100 രൂപ കൊടുത്തിട്ട് റീചാർജ് ഈമാൻ റീചാർജ്. അതാണ് എയർപോർട്ടിൽ പോകണം വിമാന റീചാർജ്, ടിക്കറ്റിന്റെ റീചാർജ്. അത് വേറെ. ഈമാൻ റീചാർജ് ആക്കാന്ന് പറഞ്ഞാൽ ഖേദിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ കുറ്റങ്ങളുടെ പേരിൽ ഖേദിക്കണം. ഖേദിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിലേക്ക് കുറ്റിയാൽ അവന്റെ കണ്ണ് നാളെ നരകത്തിൽ കിടക്കാത്ത കണ്ണാണ്. അള്ളാഹുവിനോട് ഖേദിക്കണം. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്? മിഅ്റാജിന് പോയി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മിഅ്റാജിന് പോയി ഇത്തലൗത്തുൽ ജന്നത വന്നാറ, ഞാൻ സ്വർഗ്ഗ നരകങ്ങളെ ഞാൻ കണ്ടു. നിബിധങ്ങൾക്ക് സ്വർഗ്ഗ നരകങ്ങളെ കാണിച്ചു കൊടുത്തു. ദൈവമായിട്ട് നിബിധങ്ങൾ കണ്ടു. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, സഹാബാ റഅയ്തുൽ ജന്നത അക്ബറ അഹ്ലിയൽ ഫുഖറാ, ഞാൻ സ്വർഗത്തിൽ കൂടുതലായി കണ്ടതാരെയാണെന്നറിയോ? ഈ സമുദായത്തിന്റെ ഫുഖറാക്കളെയാണ്, പാവപ്പെട്ടവരെയാണ്. ഇടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, കൂലിപ്പണിയെടുത്തിട്ട് പകലത്തിയോളം പണിയെടുത്തിട്ട് 500, 600 രൂപയ്ക്ക് വേണ്ടി നട്ടാപ്പട്ടാ പാടുപെടുന്ന പാവപ്പെട്ട സഹോദരന്മാരാണ്. അവർ നിസ്കാരം കൃത്യമായി നിർവഹിച്ചു, റമദാനിന്റെ നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ചു, ഒരു ദൈവത്തും നമീമത്തും പറഞ്ഞില്ല, സുന്നത്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചു, ഇബാദത്തുകൾ നന്നായി ചെയ്തു, പകലത്തിയോളം പണിയെടുത്തിട്ടും ഇൽമിന്റെ മജ്‌ലിസ് ഉണ്ടെന്ന് കേട്ടപ്പോ അതിലേക്ക് ഓടി വന്ന പാവപ്പെട്ട നല്ലവരായ ഫുഖറാക്കളില്ലേ, അവരെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ എവിടെയാണെന്നറിയോ? നാട്ടിലെ പേരും പ്രശസ്തിയുള്ള പണക്കാരുണ്ടായിരുന്നു. അവർ നാട്ടിലെ പരിപാടിയിൽ മുമ്പിലാണ്, അവർ കല്യാണ വീട്ടിൽ അവർക്ക് മുമ്പിൽ സീറ്റാണ്, എല്ലാ സ്ഥലത്തും അവർക്ക് മുമ്പിൽ കസേരയാ. എന്നാൽ മശ്റയിലേക്ക് എത്തിയപ്പോ, സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ അവരില്ല. അവര് മശ്റയുടെ മുറ്റത്തവർ ഹിസാബ് കാത്തു നിൽക്കുകയാണ്. 50 അൽഫസനത്തിൻ മിമ്മാ തഉത്തു, അവരുണ്ടാക്കിയ സമ്പത്തിന്റെ കണക്ക് മുഴുവനും പറഞ്ഞിട്ട് അവർ സ്വർഗത്തിൽ പോകാൻ സമയങ്ങൾ വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് പൈസന്റെ കണക്ക് പറയാനില്ല, അവർ ബാങ്ക് ബാലൻസിന്റെ കണക്ക് പറയാനില്ല, അവർക്ക് വരുമാനത്തിന്റെ കണക്ക് പറയാനില്ല. അവർക്ക് മരിക്കുന്ന സമയത്ത് അവർ സീറോയിലാണ് അവർ മരിച്ചത്. അവരുടെ കയ്യിൽ നയാ പൈസ ബാലൻസ് ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വില പറയുമ്പോൾ അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ പടയം വെച്ചിട്ട് മരിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിബിധങ്ങൾ ദീനാറോ ദിർഹമോ കൊണ്ടുപോയി സൂക്ഷിച്ച നേതാവല്ല. ദീനാറോ ദിർഹമോ കൊണ്ടുപോയി കൊടുത്താൽ ഹിസാബിനെ പേടിച്ചുകൊണ്ട് അതിനെ മുഴുവനും ചെലവഴിച്ച് പാവങ്ങൾക്ക് കൊടുത്തിരുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നിബിധങ്ങളെ ഉമ്മത്തികൾ സ്വർഗത്തിൽ നിന്ന് ഫസ്റ്റ് പോകുന്നവരാരാന്നറിയോ? ഈ സമുദായത്തിന്റെ പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലാത്തവരല്ല, ദീനില്ലാത്തവരല്ല, കൃത്യമായി ദീനിന്റെ നിയമങ്ങൾ, അഹ്കാമുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരെ നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ നമ്മൾ പൈസയുടെ വിഷയമുണ്ട്, നമ്മൾ കോടീശ്വരന്മാരല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരെ നോക്കിയിട്ട് ആ പങ്കമാരെ പോലെ, ആഫ്രിക്കൻ കുരങ്ങന്മാരെ പോലെ ഓരോ നോക്കിയിട്ട് സമയം കളയണ്ട. നിങ്ങൾ അല്ലാഹു ചെയ്ത നിയമത്തിന് ശുക്ർ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ പണമുള്ളവരൊക്കെ ഹിസാബ് കാത്തു നിൽക്കുകയാണ്, പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ നരകത്തിലേക്ക് നോക്കി സ്വഹാബാ ورأيت نساءهم من أمتي بالطور
എന്റെ വയല് കേൾക്കുന്ന സഹോദരിമാരെ, നബി തങ്ങൾ പറയുകയാണ്, ഇതെന്റെ വകയല്ല, ഞാൻ എന്റെ വകയായി ഒന്നും പറയൂല. ഇത് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമുള്ള ഇൽമിന്റെ മജ്‌ലിസാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ വരാന്തയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മരിച്ചിറങ്ങുന്ന ഖബർസ്ഥാനിന്റെ വക്കിലാണ്. ഇത് കളവ് പറയാനുള്ള മജ്‌ലിസല്ലല്ലോ, ഇത് നിങ്ങൾ ആസ്വദിപ്പിക്കാനോ ചിരിപ്പിക്കാനുള്ള മജ്‌ലിസല്ലല്ലോ. വളരെ ഗൗരവത്തോടെ പറയുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസുകളാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ നരകത്തിലേക്ക് അങ്ങ് നോക്കി, ആ നരകത്തിൽ ഞാൻ കണ്ടത് അധികമായി കണ്ടത് പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിൽ കണ്ടത്. എന്റെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഒരു കാരണം നബി തങ്ങൾ പറയുന്നു, പെണ്ണുങ്ങൾ നരകത്തിൽ പോകാൻ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അവരെ നാവിൽ എപ്പോഴും ലഅനത്ത് വരുന്ന നാവുകളാണ്. സാപ്പം വെക്കുന്നത് തൊട്ടേര് വെച്ച് പൊരയിലുള്ള കോയി പൊരയിലുള്ള കൊന്ന് നാലാക്കിന്റെ കോയി, ആ കോയി പോയിട്ട് റോഡില് അയ്യന്റെ ലോറിന്റെ അടിക്ക് വിട്ടെന്ന് നോക്കാറിയല്ലേ. ഇത് ലോറിന്റെ അടിക്ക് പോകാൻ കാരണം എന്ത്? ഹലാക്കിന്റെ കോയി ഹലാക്കായിട്ട് കൂട്ടുമ്പോൾ എന്നെ നാവില് അള്ളാഹ് മലായിക്ക് താനെയും പറഞ്ഞ് അതേ വണ്ടിയുടെ അടിക്ക് കൂടി കോടോ കോയോ ആടോ ചത്ത് എല്ലാത്തിനും മക്കളെ ഒരു ജാതി മക്കൾക്ക് ലയനത്തും ബ്രഹ്മമാണ്. വളരെയേറെ ശ്രദ്ധിക്കണം. ലയനത്ത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന് ലയനത്ത് വരാൻ പാടില്ല എന്നാണ് മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ പറയുന്നു. ഇബ്ലീസിനെ വരെ ലയനത്തിടാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്റെ കാരണം അറിയോ? ഇബ്ലീസിന് അല്ലാഹ് ലയനത്തിലായുദ്ധി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാവിൽ നമ്മൾ ദിക്ർ ചൊല്ലേണ്ട ബറക്കത്താക്കപ്പെട്ട നാവിൽ ഇബ്ലീസിന് വരെ ലയനത്തിടാൻ പാടില്ല എന്ന് പറയുന്ന സൂഫിയാക്കളായ സൂക്ഷ്മശാലികളായ ആളുകളുണ്ട്. പിന്നല്ലേ മനുഷ്യന്മാർക്ക് ലയനത്തിടാം, ജീവജാലങ്ങൾക്ക് ലയനത്തിടാം. പെണ്ണുങ്ങൾ അധികമായി സ്വർഗത്തിൽ കടക്ക് നരകത്തിൽ പോകാൻ ഒരു കാരണം അവർ ലയനത്തുകൾ വർദ്ധിപ്പിക്കുന്നു. മക്കൾ തൊട്ടേനെ വെച്ചേനെ എന്തായി? താക്കോല് കാണുന്നില്ല, ചാവി കാണില്ല, എന്താ സ്വഭാവിക മകത്തിന് പോകുമ്പോ ബംഗാറ് വേണമല്ലേ, ബംഗാറ് വെച്ച് ലോക്കത്തിന്റെ താക്കോലോടെ വെച്ചിരുന്നില്ല എന്ന് ഹലാക്കിന്റെ ഒരു താക്കോലാണ്. താക്കോലത് കണ്ണിന്റെ എതിരിലുണ്ടാവും, അല്ല കാണിച്ചു കൊടുക്കാൻ ലയനത്തിട്ടില്ലേ. ഇങ്ങനെ തൊട്ടേനും വെച്ചേനെ ലയനത്ത് വിടണ്ട. പൊന്നാര ഉമ്മമാരെ, ലയനത്ത് നിങ്ങളെ നാവിൽ നിന്ന് വരരുത്. മുഅ്മിനാത്തിങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് നരകത്തിൽ പോകാനുള്ള ഒരു കാരണം ലയനത്തുകൾ വർദ്ധിപ്പിക്കണം. ആര് ലയനത്തിനുണ്ട് അപ്പുറത്തേക്ക് പറ, ഓന് ലയനത്ത് വന്ന ഓനാലാക്കായിട്ട് പൊട്ടും മറ്റവന്. ചില ആളുകൾക്ക് സന്തോഷമാണെങ്കിൽ എന്താ കളറിയോ? ആകാശം ഇടിഞ്ഞു മുന്നേ ഓന് ദുനിയാവ് മുഴുവൻ ഓന് കിട്ടിയെങ്കിൽ സന്തോഷമാകാം. ഓനെന്താ ഒരു കൊല്ലത്തിന് ഒരു മാസത്തിന് 50 ലക്ഷത്തിന്റെ കച്ചവടം ലാൻഡ് ബിസിനസ് ആക്കി ലാഭമായി ഓന് സന്തോഷമാകുന്നില്ല. ചില ആൾക്ക് സന്തോഷമാണെങ്കിൽ എന്താ കളറിയോ? അപ്പുറത്തോന്റെ ഓന് തേച്ച് ലോസായിട്ട് പോനെ വെച്ചിട്ട് പോകണം അല്ലെ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിലേക്ക് പോകുന്ന കാരണം ഒരു വിഭാഗം പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. ഒരു വിഭാഗം പെണ്ണുങ്ങളെ ഞാൻ നരകത്തിൽ കണ്ടു. ഓരോ തല ഇങ്ങനെ പൊട്ടിട്ട് തലച്ചോറ് ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ചോറിന്റെ പാത്രത്തിൽ ചോറിന്റെ വെള്ളം തിളക്കുന്നത് പോലെ തലച്ചോറുകൾ ഇങ്ങനെ വെന്ത് കലങ്ങുകയാണ്. എന്താണ് ആ പെണ്ണുങ്ങൾ ചെയ്ത കുറ്റം? തല ഇങ്ങനെ പൊട്ടിട്ട് പിളർന്നിട്ട് തലച്ചോറുകൾ വെന്തിട്ട് ഇങ്ങനെ കലങ്ങിട്ട് അതിന്റെ നൊരകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന മാതിരി ആ കണ്ണിന് കഠോരമായ ശിക്ഷ. എന്താണ് ആ ശിക്ഷ? വ്യഭിചരിച്ചതല്ല, അവർ മറ്റുള്ള കുറ്റങ്ങളല്ല. അന്യ ആണുങ്ങളെ തൊട്ട് തലമുടി പറക്കാത്ത പെണ്ണുങ്ങളാണ്. തല പറക്കാതെ പോയ പെണ്ണുങ്ങൾ മംഗളത്തിന്റെ ഹോളിൽ നോക്കണം. പണ്ട് കാലത്ത് കുറച്ചു കാലം മുന്നേ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ അതുമില്ലാതെ ആയിട്ട് ഈമാൻ കുറഞ്ഞുകൊണ്ട് പോകുമ്പോ പഴയ കാലത്ത് നമുക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. പഴയ കാലത്തൊക്കെ റോഡിൽ വരുമ്പോൾ ബെൽറ്റ് ഡ്രസ്സ് കണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് നടന്നിട്ട് വരുന്നുണ്ടെങ്കിൽ മരത്തിന്റെ പോയിട്ട് അട്ടം നിൽക്കുന്ന ഒരു കാലം ഉണ്ടായി. ബെൽറ്റ് ഡ്രസ്സ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജീവജാലങ്ങൾ വരുന്നതായിരിക്കും. ബെൽറ്റ് കണ്ടെങ്കിൽ അപ്പം ഉണ്ടായി ബെൽറ്റിന്റെ അടിയിൽ പോയിട്ട് കൊടുക്കുന്ന അന്യ ആണുങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ എന്തായി? എല്ലാം പോയിട്ട് എന്താ ഇപ്പൊ ഒരു കുറച്ചു കാലം പിന്നെ എന്തുണ്ടായി? ഉസ്താദന്മാരെ കാണുമ്പോൾ പായുന്ന ഒരു കാലം. അപ്പൊ അതും പോയിട്ട് ഇപ്പൊ എന്താ അറിയോ? മിത്തൂറിന്റെ നാട്ടിലെ പെണ്ണുങ്ങ പായുന്ന മിത്തൂർ ഉസ്താദിനെ കണ്ടെങ്കിൽ മാത്രം, കൊടാചന്ത ഉസ്താദിനെ കണ്ടെങ്കിൽ മാത്രം. എന്തേ? അത് വൃത്തത്തിന്റെ മേലെ ചില ഇന്നാളെ പെഞ്ഞായി അറിഞ്ഞ നാളെ ഉസ്താദ് എന്നും വയൽ പറഞ്ഞ പേടി. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതും പോയിട്ട് ബന്ധമില്ല. മംഗളത്തിന്റെ ഹോള് ഞാൻ ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറയാൻ. ഈ മംഗളത്തിന്റെ ഹോളിൽ പോയിട്ട് പക്ഷേ ഈ വെജിന്റെ അടുത്തേക്ക് പോകണം. വെഞ്ചിന്റെ അടുത്തേക്ക് പോയെങ്കിൽ ആണുങ്ങളെക്കാളും ഉഷാറ് പെണ്ണുങ്ങൾ. ഒന്നാകെ ആടുകളുണ്ട്, കാതിയുണ്ട്, മുലാത്തുണ്ട്, തങ്ങുണ്ട്, സയ്യദുണ്ട്, കത്തീബുണ്ട്, മുക്രിന്റെ ഒന്നുമില്ല. ഒന്നാകെ പട്ടം കൊടുത്തോണ്ട് വരുന്നതന്നെ കാണുമ്പോൾ വിചാരിക്കണം പലസ്തീന് വന്ന പെണ്ണുങ്ങാന്ന് വിചാരിക്കണം. പലസ്തീന്റെ കൂടെ കാരണം മാസങ്ങളോളം ദിവസങ്ങളോളം ഭക്ഷണം ഇല്ലാതെ ഈ വലിയ കണ്ടെയ്നറിൽ വന്നിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ പ്ലേറ്റ് പിടിച്ചിട്ട്
ഒന്നാകെ വരുന്ന കാണുന്നില്ലേ, അതിനേക്കാളും അപ്പുറത്തെ ധൃതി. എന്നിട്ട് വേറൊരു സംഭവമുണ്ട്, ഇതിന് തന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ആടെ പോയിട്ട് ചിക്കൻ ബിരിയാണി വെക്കാനുണ്ട്. ഇത് ഫസ്റ്റ് ട്രിപ്പ്, ഇത് വെച്ചിട്ട് രണ്ടാമത് 2 മണിക്ക് വരുമ്പോ ആടെ പോയിട്ട് തിന്നുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഹയാ ലജ്ജയില്ലേ പെണ്ണുങ്ങളെ? നിങ്ങൾക്ക് ഹയാ ഇല്ലേ? ഈമാനില്ല. ഹയാ ഇല്ലാത്തവനിക്ക് ഈമാനില്ല എന്നാണ് സയ്യിദനാ റസൂലുള്ളാഹി. പെണ്ണുങ്ങൾക്ക് ഹയാ ഇല്ലേ? ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ എന്ന് പഴയകാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട കിതാബുകളിലുള്ള ഇബാദത്തുകളാണ്. ഉപ്പില്ലാത്ത ഭക്ഷണം എങ്ങനെയാവും? തിന്നാൻ കഴിയോ? ഉപ്പില്ലാത്ത ബിരിയാണി ഉപ്പിടാൻ കഴിഞ്ഞാൽ അങ്ങനെ തിന്നാൻ കഴിയൂലേ? ഇതുപോലെ ഹയാ ഇല്ലാത്ത പെണ്ണുങ്ങളെ പറയലുണ്ട, നിങ്ങൾക്ക് വർക്കത്തില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനത്തെ ഒരു പെണ്ണുങ്ങൾ, മറ്റൊരു വിഭാഗം പെണ്ണുങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ കണ്ടു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പറയുന്നു, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു വിഭാഗം പെണ്ണുങ്ങൾ അവരെ വായിലൂടെ തീജ്വാലകൾ ഉള്ളിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ പിന്തുവാരത്തിലൂടെ തീജ്വാലകൾ പുറത്തേക്ക് വരുന്നു. പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു, വായിലൂടെ ഉള്ളിലേക്ക് വരുന്നു. പൈപ്പിന്റെ ഉള്ളിൽ തീജ്വാലകൾ ഇങ്ങനെ വരുന്നവർ, ഇരുമ്പിന്റെ പൈപ്പിന്റെ ഉള്ളിൽ കത്തുന്ന തീരെ ഇങ്ങനെ ഇട്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് വരുന്ന പോലെ വായിലൂടെ തീ പോകുന്നു, പിന്തുവാരത്തിന് പുറത്തേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരാന്നറിയോ ആ പെണ്ണുങ്ങൾ? ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരോട് കൂടെ വ്യഭിചാരത്തിന് സപ്പോർട്ട് നൽകുകയും നാവ് കൊണ്ട് ഭർത്താവിനെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഭർത്താവിനോട് ഉപദ്രവിക്കുകയും ചെയ്ത പെണ്ണുങ്ങളാണ്. ഭർത്താവിനോട് ഭർത്താവിനോട് ചീത്ത പറയാ, ഭർത്താവിനോട് പിണങ്ങുക, ഇങ്ങനത്തെ സ്വഭാവം. ഭർത്താവില്ലാത്ത സമയത്ത് അന്യ പുരുഷന്മാരോട് കൂടെ വ്യഭിചാരത്തിന് സപ്പോർട്ട് ചെയ്ത പെണ്ണുങ്ങളെ, ഈ പെണ്ണുങ്ങളെ ഇതാ അവരുടേതായിരിക്കുന്ന ഭയാനകമായ ശിക്ഷ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് സ്വഹാബത്തിനോട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ലൗ തഅലമൂന മാ അഅലമു ലലഹിത്തും ഖലീല വലബകൈതും കബീറ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങൾ അധികമായി കരയും, കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചതാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇത്രയും നരകത്തിന്റെ ഭയാനകതകൾ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, നരകത്തിനെ സൂക്ഷിക്കാൻ ചെറിയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആയിഷ, നീ നരകത്തിനെ സൂക്ഷിക്കണോ? ഒരു കീഴ് കാരക്ക കൊടുത്തിട്ടെങ്കിലും നരകത്തിനെ കാക്കണം. ദാനധർമ്മം എന്നുള്ള നരകത്തിനെ കാക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഒരു കാരക്കയെ ഉണ്ടുവെങ്കിൽ അതാ അതിന് ഫുള്ളായിട്ട് തിന്നാണ് പകുതി പാവങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സദഖകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, മജ്‌ലിസിനോറിലേക്ക് വരുമ്പോൾ സംഭാവനകൾ കൊണ്ടുവരിക, സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോൾ സംഭാവനകൾ കൊണ്ടുവരിക. പള്ളിക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വരുമ്പോൾ പർസനല്ല പറയൽ ചാടിക്ക് വരുന്നല്ല. എന്താ പറയുക, 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപ കീസയിൽ വെച്ചോണ്ട് വരണോ? എന്തിന്? പള്ളിന്റെ ഡബ്ബിക്കിടാനും മുസാഫിരിങ്ങൾക്ക് കൊടുക്കാനോ? എന്തിന്? എല്ലാവരും പറഞ്ഞ പർസ് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. സദഖ വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്, ഒരൽപ്പം സമയങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരത്തിൽ നമുക്ക് സംസാരിക്കാം.